അച്ഛാ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കാരണം ഞാൻ ബാക്കിയുള്ളവരെ ഞാൻ കണക്ട് ചെയ്തോളാം. പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, കരുണയാൽ ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവേ, വഴി നടത്തിപ്പിനാൽ ഞങ്ങളെ സത്യത്തിൽ കൂടെ നടത്തുന്നത് ഇതാ നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിന്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും ഞങ്ങളോട് നിന്നെ ശരിയായി ആരാധിക്കുന്ന ഒരു സമൂഹമായി ഞങ്ങളെ രൂപാന്തരം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും ഞങ്ങളുടെ ബന്ധങ്ങൾ കൊണ്ടും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടവരുന്നു. നീയാകുന്ന വഴിയിൽ കൂടെ നടക്കുവാനും നീയാകുന്ന വാതിലിൽ കൂടെ അകത്ത് പ്രവേശിക്കുവാനും നിന്റെ പിതാവിന്റെ അടുക്കിലേക്ക് തിരികെ എത്തുവാൻ ഞങ്ങൾക്ക് നീടയാം. രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടത് ഏതാണ്ട് ഈ ഭാഗമാണ്. ജേക്കബ് അങ്കിൾ ചോദിച്ചൊരു ചോദ്യമാണ് ബന്ധുപുസ്തകം ചോദിക്കുന്നത്. വഴിയും സത്യവും ജീവനും നീ തന്നെ, ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ട് യേശുവാണ്. പക്ഷെ യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. യേശു വഴി എന്നാണ് പറഞ്ഞത്, ഡെസ്റ്റിനേഷൻ എന്നല്ല. വാതിൽ എന്നാണ് പറഞ്ഞത്, ഡോർ ആണ്, റൂം അല്ല. ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് അകന്നു പോയി, പിന്നെ നമുക്ക് തിരികെ വരണം. തിരികെ വഴിയിൽ നിന്നാ പോരാ, തിരികെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിലേക്ക് തിരികെ വരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞ വാക്കുണ്ട്, എന്റെ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ പിതാവിന്റെ അടുക്കൽ എത്തിയേ പറ്റുള്ളൂ. അതിനുള്ള വഴിയാണ് യേശുക്രിസ്തു. അപ്പോ പിതാവിന്റെ അടുക്കൽ എത്തണം. ഇതൊന്നും പലപ്പോഴും ആളുകൾ അത്ര ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്, പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, പക്ഷെ പലരും പിതാവിനെ കണ്ടില്ല എന്നടിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഇനി ആരോടാ ചോദിക്കാൻ പറഞ്ഞത്? പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നത് പിതാവിനും. അപ്പോ പിതാവിനെ ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, പിതാവിനോടുള്ള ബന്ധം. ഞാൻ കഴിഞ്ഞ ദിവസം കൂദാശയെ പറ്റി പറഞ്ഞപ്പോൾ അത് വിശദീകരിച്ചിരുന്നു. പരിശുദ്ധ റൂഹ മൂലം പുത്രൻ തമ്പുരാനിലൂടെ പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധം ഏതും തോട്ടത്തിൽ നഷ്ടപ്പെട്ടു, തിരികെ നമുക്ക് ആവശ്യമായിരിക്കുന്നു പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധം. അത് ക്ലിയറായി എന്ന് തോന്നുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. നമ്മുടെ പ്രാർത്ഥനാ ക്രമങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രാർത്ഥനാക്രമങ്ങളുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. വേറൊരു പ്രാധാന്യം കൂടെ ഞാൻ പറയട്ടെ. പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തെങ്കിലും അങ്ങനെ വേദപുസ്തകത്തിലുണ്ടോ? വേദപുസ്തകത്തിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേദപുസ്തകത്തിൽ ഉണ്ടാകണം എന്ന നിർബന്ധമൊന്നുമില്ല. കാരണം ദൈവത്തെ പറ്റി, യേശുക്രിസ്തുവിനെ പറ്റി, തൃത്വത്തെ, പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള നമ്മുടെ അറിവുകൾ, തൃത്വത്തെ പറ്റിയുള്ള അറിവുകൾ, രക്ഷയെ പറ്റി, ദൈവരാജ്യത്തെ പറ്റിയുള്ള അറിവുകൾ, അത് വേദപുസ്തകത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നല്ല. ഞാനത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏറ്റവും വലിയൊരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ഭണ്ഡാരം എന്ന് പറയുന്നത്
സഭയുടെ ട്രഡീഷൻ അല്ലെങ്കിൽ പാരമ്പര്യമാണ്. നമ്മുടെ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കുകളാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ്. നമ്മുടെ ആരാധനകളൊക്കെ എങ്ങനെയാണ് പാരമ്പര്യം ഉണ്ടായത്, അല്ലെങ്കിൽ എന്താണ് പാരമ്പര്യം? പഴയ നിയമത്തിൽ അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നു. ഈ പ്രവാചകന്മാർ എഴുതിയത് ഒന്നും കാര്യമായിട്ട് കണ്ടിട്ടില്ല. വളരെ കുറച്ചുപേരെ കിട്ടിയിട്ടുള്ളൂ. അത്രയും പ്രവാചകന്മാരൊന്നും അല്ല ഉണ്ടായിരുന്നത്. അത് വേദപുസ്തകം വായിക്കുമ്പോൾ വേറെ അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നതായിട്ട് ഒത്തിരി ഇൻഡിക്കേഷൻസ് നമുക്ക് കിട്ടുന്നു. പക്ഷേ അവര് പഠിപ്പിച്ച അറിവുകൾ ഇസ്രായേലിൽ നിലനിന്നിരുന്നു. It was orally transmitted to the next generation and to preserve the society as a part of their tradition. അപ്പൊ പഴയ നിയമകാലം മുതലേ, അബ്രഹാമിന്റെ കാലം മുതലേ, നോഹയുടെ കാലം മുതലേ ഉണ്ടായിരുന്ന ആ ദൈവ അനുഭവം അതിങ്ങനെ ഹാൻഡഡ് ഓവർ ആയി പോകും, കൈമാറി. ഇനി അതൊക്കെ പുതിയ നിയമസഭയിൽ ഉണ്ടായിരുന്നു. യെരുശലേമിലും പാലസ്തീനിലും യഹൂദയിലൊക്കെ ആയിട്ട് അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഫൗണ്ടേഷനിലാണ് യേശു ക്രിസ്തു പണിതത്. ചിലതൊക്കെ ഓൾട്ടർ ചെയ്തു, ചിലതൊക്കെ ഇംപ്രൂവ് ചെയ്തു, ചിലതിനൊക്കെ സ്ട്രെങ്തൻ ചെയ്തു. എന്നാലും ആ പഴയ നിയമസഭയിലെ പ്രവാചകന്മാരിട്ട ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്. യേശുക്രിസ്തു അതിൽ പണിതുയർത്തി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, യേശുക്രിസ്തു 3.5 വർഷം, ഏതാണ്ട് 1200 ദിവസം, റൗണ്ട് ഫിഗർ ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് നിങ്ങളെ കൂട്ടണ്ട, 1200 ദിവസം യേശുക്രിസ്തു, അല്ല 1000 ദിവസം, 1000 ദിവസം, 1000 കൂടുതൽ എന്തല്ല, 3.5 വർഷം യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ ചെയ്തു. ഈ പരസ്യ ശുശ്രൂഷ ചെയ്ത സമയത്ത് ഒരു ദിവസം ഒരു പ്രസംഗം വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ 1000 പ്രസംഗങ്ങളായി. ഒരു ദിവസം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, 1000 പ്രസംഗം. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ എത്ര പ്രസംഗങ്ങളുണ്ട്? വളരെ നിസ്സാരം. അതൊക്കെ എത്രയോ, നിങ്ങൾ വായിക്കുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പിടിച്ച സമയത്ത് ജനം 3 ദിവസമായിട്ട് അവന്റെ കൂടെ തന്നെ ഇരിക്കുക. എത്രയോ നീണ്ട പ്രഭാഷണങ്ങളായി യേശുക്രിസ്തു നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രഭാഷണങ്ങളിലൊന്നും വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. അതൊരു എന്താ പറയാ, 1000-1 സമ്മറൈസ് ചെയ്താ ചേർത്തിരിക്കുന്നത്, 1000-1. പക്ഷെ ഇത് കേട്ട ജനമുണ്ടായിരുന്നു അവിടെ, കേട്ട ശിഷ്യന്മാരുണ്ടായിരുന്നു അവിടെ. അവരെന്ത് ചെയ്തു? യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത് 30, 40, 50 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത്. അതൊരൊന്നും എഴുതപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പൊ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ സുവിശേഷങ്ങളുടെ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയാൻ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണത്? ഒന്ന്, ഇതിനെപ്പറ്റി തീഷ്ണതയുള്ള ആളുകൾ ഇത് പറഞ്ഞു നടന്നു. കൂട്ടുകാർ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പിടിച്ച് മഹാത്ഭുതം അവർ കണ്ടത്, അവർ കണ്ടവരോടൊക്കെ പറഞ്ഞു. അത് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ആരും ചെയ്തിട്ടില്ല, അവർ കണ്ടവരോടൊക്കെ പറഞ്ഞു. ഭൂതങ്ങളെ പുറത്താക്കി, അവർ കണ്ടവരോടൊക്കെ പറഞ്ഞു. ഇനി സ്ത്രീകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. സ്ത്രീകൾ എന്താ ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കണ്ടു, ഏതാ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടു. അവള് ഞെട്ടിപ്പോയി. വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അവളുടെ വീട്ടിലുള്ളവരോടും കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞു. 1st, 2nd, 3rd സെഞ്ചുറീസില്
ഏറ്റവും സുവിശേഷം പറഞ്ഞത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ സുവിശേഷീകരണത്തെ പറ്റി പറഞ്ഞൊരു തമാശയുള്ള വാക്കുണ്ട്, they were gossiping the gospel. gossiping the gospel. കാരണം ഫോർമൽ അല്ല, വെറുതെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവരെ ആ ഒരു എന്തൂസിയാസം കൊണ്ട് അവർ യേശുവിനെ പറ്റി പറയായിരുന്നു. അതങ്ങനെ ഈ ഗോസിപ്പിലൂടെ, ഗോസിപ്പ് വാക്ക് നെഗറ്റീവാണ്, എന്നാലും അവർ പല ഉപയോഗിക്കുന്ന വാക്ക. സോ ഇൻഫോർമലി ഇറ്റ് വാസ് ട്രാൻസ്മിറ്റിംഗ്, ഇറ്റ് വാസ് സ്പ്രെഡിങ് അറൗണ്ട്. ഇങ്ങനെ കിട്ടിയ അറിവുകളൊന്നും സുവിശേഷം എഴുതിയപ്പോ ആരും മറന്നു കളഞ്ഞൊന്നും. കാരണം സുവിശേഷമൊക്കെ വളരെ അപൂർവം പേരുടെ കയ്യിലുള്ള സാധനമാണ്. ജനങ്ങളുടെ കയ്യില്, സാമാന്യ ജനത്തിന്റെ ഇടയിലൊക്കെ ഉള്ളത് ഈ ഓറൽ ട്രഡീഷൻ മാത്രമാണ്. ഇത് കഴിഞ്ഞ ശിഷ്യന്മാർ ലോകം മുഴുവൻ നടന്നു സുവിശേഷം പ്രസംഗിച്ചു, ജനം അതും സ്വീകരിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, തൃത്വത്തെ സംബന്ധിച്ച്, രക്ഷയെ സംബന്ധിച്ച് വലിയൊരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് സഭയിൽ ഉണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് സഭയിൽ ഫെയ്ത്ത് അല്ലെങ്കിൽ പിന്നീട് ക്രീഡ് ഉണ്ടായി, വിശ്വാസത്തോടാണ്. അതിൻ്റെ ഒക്കെ ബേസ് ഇതാണ്. ക്രീഡ് ഉണ്ടാകണ നേരത്തെ വേദപുസ്തകം ഫോർമലി ഏതൊക്കെയാണ് ബൈബിളിലെ പുസ്തകങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. 325 ക്രീഡിലാണ്, 360 ബൈബിൾ 27 പുസ്തകങ്ങളാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. എന്നാലും അപ്പോ ഈ ബൈബിളിന്റെ ബേസ് ആയിട്ട് നിൽക്കുന്നത്, ബൈബിൾ സെലക്ട് ചെയ്യാൻ, ബുക്ക് സെലക്ട് ചെയ്യാൻ അവർക്ക് ഉണ്ടായ നോംസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയും ശിഷ്യന്മാരിലൂടെയും പകർന്നു കിട്ടിയ അറിവ് ഓറൽ ട്രഡീഷൻ ആയിട്ട് സഭയിൽ പ്രിസർവ് ചെയ്ത് ഇരുന്നതാണ്. 1000 പ്രസംഗമെങ്കിലും മിനിമം യേശുക്രിസ്തു നടത്തിയിട്ടുണ്ട്. 1000 മണിക്കൂറുകളല്ല യേശു പ്രസംഗിച്ചേക്കണത്. 3 രാവ് ഒക്കെ 3 ദിവസമൊക്കെ ഒരുമിച്ച് യേശുകൊണ്ടിരിക്കുക. അപ്പോ ഒരു ദിവസം ഒരു 3 മണിക്കൂർ പ്രസംഗിച്ചാൽ 3000 മണിക്കൂറായി. ആ 3000 മണിക്കൂർ പ്രസംഗിച്ചതൊന്നും ഈ സുവിശേഷങ്ങളിലില്ല. ബട്ട് ഇറ്റ് വാസ് ദേർ ഇൻ അവർ ഓറൽ ട്രഡീഷൻ. ഇവിടെ സുറിയാനി സഭയുടെ ഒരു മഹത്വം കൂടെ ഞാൻ പറയട്ടെ. യേശുക്രിസ്തു പ്രസംഗിച്ചത് സുറിയാനിയിലാണ്. ശിഷ്യന്മാരുടെ ആദ്യകാല പ്രസംഗമൊക്കെ യെരുശലേമിൽ താമസിക്കുന്ന സമയത്തൊക്കെ സുറിയാനിയിലാണ്. കന്യാമറിയാമിന്റെ കമ്മ്യൂണിക്കേഷൻ സുറിയാനിയിലാണ്. ആദ്യത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ സുറിയാനിലാണ്. അപ്പോ the Christ tradition was preserved or originated and preserved fully in the Syriac tradition. The Christ tradition was originated and preserved in the Syriac community. ആ സിറിയക് കമ്മ്യൂണിറ്റിയാണ് പിന്നെ സുറിയാനി സഭയായിട്ട് വികസിച്ചത്. സുറിയാനി സഭയിലാണ് സുറിയാനി ഉണ്ടായിരുന്നത്. ഇങ്ങനെ ലഭിച്ച ഈ അറിവുകൾ എന്തു ചെയ്തു? അത് ഫസ്റ്റ് ജനറേഷൻ അത് orally they communicated their kith and kin. Then in the second, third, fourth, fifth generations അവരെന്ത് ചെയ്തു? അത് ചിലര് അത് വെച്ച് കവിതകളും ഗീതങ്ങളും എഴുതി, ചിലരത് വെച്ച് പാട്ടുകൾ എഴുതി, ചിലര് ഹോമിലീസ് എഴുതി, ചിലര് ബിബ്ലിക്കൽ കമന്ററീസ് എഴുതി, ചിലര് ചിത്രം വരച്ചു. ഈ ട്രഡീഷൻസിനെ ഒക്കെ ബേസ് ചെയ്താണ് പിന്നീട് സഭയിൽ പല പ്രാക്ടീസസും വളർന്നു വന്നത്. ഈവൻ ചർച്ച് ആർക്കിടെക്ചറിൽ പോലും ഇതിന്റെ സ്വാധീനം വല്ലാതെ, ചർച്ച് ആർക്കിടെക്ചറിൽ പോലും.
ഈ ഓറലായിട്ട് പകർന്നു കിട്ടിയ പാരമ്പര്യം. ഇങ്ങനെ എഴുതപ്പെട്ട കവിതകള്, ഗീതങ്ങള്, ചില ഗീതങ്ങളൊക്കെ വെറും ധ്യാന കീർത്തനങ്ങളല്ല, ഒരു മെഡിറ്റേറ്റീവ് അല്ല. അത് എന്താണ്, ഈ യേശുക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും വിശ്വാസം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അപ്പോളജറ്റിക്കൽ ആയിട്ടുള്ള ഒത്തിരി, അപ്പോളജറ്റിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം ഡിപെൻഡ് ചെയ്യാൻ വേണ്ടി, വിശ്വാസത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ട് ഒത്തിരി കീർത്തനങ്ങളുണ്ട്. സഭയുടെ വിശ്വാസം എന്താണെന്ന് വിശദീകരിക്കുന്ന കീർത്തനങ്ങളുണ്ട്. ഇനി ഇങ്ങനെ ബൈബിളിലില്ലാത്ത ഒത്തിരി അറിവുകള് സഭയിൽ ഉടലെടുത്തത് നമ്മുടെ ഈ പ്രാർത്ഥനകളിൽ റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഭകളിൽ ഈ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങള്, ശിഷ്യന്മാർ പഠിപ്പിച്ച കാര്യങ്ങള് പല രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രിസർവ് ചെയ്യപ്പെട്ടു. ഇപ്പോ കന്യാമറിയാമിന്റെ അടുക്കൽ എപ്പോഴാ മാലാഖ വന്നേന്ന് ബൈബിളിൽ പറയുന്നില്ല. പക്ഷെ നമ്മുടെ സഭയിൽ ഏത് കൊച്ചോട് ചോദിച്ചാൽ പറയാം എപ്പോഴാ കർത്താവ് എന്ന്. പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാൻ നിന്നിടുന്നേര അഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിധേ വന്നുര ചെയ്തേ. കൃത്യമാണ്. അറിയാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അന്ന് കിട്ടിയായിരുന്നു, ഗീതത്തിൽ എഴുതി ചേർത്തതാണ്. മരണാനന്തര ശുശ്രൂഷയില് ഒരു ഗീതമുണ്ട്, എന്താണെന്നറിയാമോ? ഒരു പ്രാർത്ഥനയുണ്ട്. ഒരുവന്റെ മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ ആത്മാവ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് തന്റെ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച് നിശ്ചയിച്ച മിശിഹാ തമ്പുരാന്. അങ്ങനെ പ്രാർത്ഥന എന്നുവെച്ചാൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, മരണം തുടങ്ങുമ്പോഴത്തേക്കും അവന്റെ ആത്മാവ് എപ്പോഴും മാനസാന്തരത്തിലേക്ക് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശു പഠിപ്പിച്ച കാര്യമാണ്. പക്ഷെ അത് ബൈബിളിൽ അത് എഴുതി ചേർത്തില്ല. അത് കേട്ട ആൾക്കാരൊക്കെ ഓർമ്മയിൽ വെച്ചു, സഭയിൽ പ്രിസർവ് ചെയ്യപ്പെട്ടു, അതാരോ പ്രാർത്ഥനയിൽ ചേർത്ത് ചെല്ലി. അതുപോലെ നമ്മുടെ കുർബാനയുടെ ഗീതങ്ങളില് ധാരാളം ഉണ്ട്, മറ്റ് പ്രാർത്ഥന ധാരാളം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വോള്യൂംസ് വരും, അതേ കൂടുതൽ വരും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിനകത്ത് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് പ്രിസർവ് ചെയ്യപ്പെട്ടു. ആ മൊത്തം കളക്ഷനെ ഈ കവിതകളിലും ഹോമിലികളിലും തിയോളജികളിലും കമന്ററികളിലും ഗീതങ്ങൾ തന്നെ പലതരമുണ്ട്. സുഗീസ് ഉണ്ട്, മദ്രസ ഉണ്ട്, പിന്നെ പ്രാർത്ഥന സെദറുണ്ട്, ഒത്തിരി ഉണ്ട്. ഇതിലൊക്കെ പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ അറിവുകളാണ് സഭയുടെ ട്രഡീഷൻ. അപ്പൊ സഭയുടെ ട്രഡീഷൻ ഏറ്റവും കൂടുതൽ പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യങ്ങളിലാണ്, നമ്മുടെ പ്രാർത്ഥനകളിലാണ്. ആ പ്രാർത്ഥനയൊന്നും നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും. അത്ര പ്രധാനപ്പെട്ടതാണ് ഓരോ പ്രാർത്ഥന. യേശുക്രിസ്തു പഠിച്ച വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നതാണ്. മറ്റത് ബൈബിൾ 1% ഉണ്ടെങ്കിൽ ബാക്കി 60% ട്രഡീഷനിലാണ്. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. എല്ലാം മുഴുവൻ നമ്മുടെ കയ്യിലില്ല, നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ബൈബിളിൽ 1% ഉണ്ടെങ്കിൽ അതിന്റെ 60 ഇരട്ടി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിലെ കാര്യവും പുതിയ നിയമത്തിലെ കാര്യം ഇതുപോലെ പ്രിസർവ് ചെയ്യപ്പെട്ടു. അത് പറയാതിരിക്കുന്നതിനുള്ള പ്രാർത്ഥന അല്ലേ. ഇനി ഇന്ന് കുറച്ച് സമയമാകുമ്പോ നിങ്ങൾ നിർത്തിക്കോളാം. കാരണം നമ്മുടെ
ഷെഡ്യൂൾ ഒത്തിരി വൈകി, അതുകൊണ്ട് നിങ്ങൾക്ക് ലേറ്റ് ആകുമ്പോൾ പറഞ്ഞോളൂ, ഞാൻ നിർത്തിക്കൊള്ളാം. ഇനി നമ്മുടെ സഭയുടെ ഒരു വിശേഷമാണ്, നമ്മൾ കുർബാനയ്ക്ക് പുളിപ്പുള്ള അപ്പമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പല ആൾക്കാർക്കും പുളിപ്പില്ലാത്ത അപ്പത്തെ മൈക്രോഫോൺ പെസഹ എന്ന യേശുക്രിസ്തു പ്ലീസ് മ്യൂട്ട് ദ മൈക്ക്, somebody please. അപ്പൊ യേശുക്രിസ്തു പെസഹ ആചരിച്ചത് പെസഹായിലാണ് യേശുക്രിസ്തു കുർബാന സ്ഥാപിച്ചത് എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കുർബാനയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പമല്ലേ ഉപയോഗിക്കേണ്ടത്? പുളിപ്പുള്ള അപ്പം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കുർബാന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഈ കാര്യം ഒന്ന് നന്നായിട്ട് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അപ്പോ നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് സുറിയാനി സഭ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നത് അറിയാമോ? യേശുക്രിസ്തുവിന്റെ യഹൂദ ദേവാലയം, യെരൂശലേം ദേവാലയത്തിന്റെ വലിപ്പം നിങ്ങൾക്കറിയാം. 51 ഏക്കർ സ്ഥലമുണ്ട്. അത് സ്ക്വയർ ഫുട്ട് ആക്കിയാൽ എത്ര വരും എന്നറിയാൻ കണക്കറിയാവുന്ന ആരെങ്കിലും കൂട്ടണം. 51 ഏക്കർ സ്ഥലമുണ്ട്. അത്രയും ഭീമാകാരമാണ്. യെരൂശലേം ദേവാലയ പള്ളി മാത്രമല്ല, ദ ഹോൾ ടെമ്പിൾ കോംപ്ലക്സ്, ആ ക്യാമ്പസിനകത്തുള്ള സ്ഥലം 51 ഏക്കറാണ്. അവിടെ അഡ്ജസ്റ്റന്റ് ആയിട്ട് പല ബിൽഡിങ്സും ഉണ്ട്. അത്രയും വേണം. കാരണം പെസഹായ്ക്ക് യേശുക്രിസ്തുവിന്റെ കാലത്ത് അവിടെ വരാറുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ഏകദേശം 3 ലക്ഷമാണ്. 3 ലക്ഷം ആളുകള് വരാൻ നേരത്ത് അവരുടെ കണക്കനുസരിച്ച് 30,000 ആടിനെ ബലി കഴിക്കും. 10 പേർക്ക് ഒരു ആട് വെച്ചാണ് പെസഹായ്ക്ക് അവർ ആടിനെ ബലിയർപ്പിക്കുക. 10 പേർക്ക് ഒരാട്. അപ്പൊ 1 2 കുടുംബമൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ അവർക്ക് എടുക്കാം. കാരണം അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. പെസഹായുടെ മാംസം വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇനി പെസഹായ്ക്ക് വരുന്ന സമയത്ത് ഈ 3 ലക്ഷം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഫെസിലിറ്റി ഒന്നും യെരൂശലേമിലില്ല. വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത ഭയങ്കര ഷോർട്ടേജ് ഉള്ള സ്ഥലമാണ് യെരൂശലേം. ആ പ്രദേശം മൊത്തം 5 കുന്നുകളാണ്. കുന്നെന്ന് വെച്ചാൽ അതൊരു വളരെ സ്റ്റീപ്പായിട്ടുള്ള കുന്നുകളാണ്. യേശുക്രിസ്തു ഓശാന പോയ ഒലിവ് മലയിൽ നിന്ന് പതുക്കെ ഇറങ്ങി യെരൂശലേമിന്റെ കയറ്റം കയറി ദൈവാലയത്തിൽ ചെല്ലുമ്പോഴേക്കും ശരി പ്രയാസപ്പെടും. നമ്മള് ശരി പ്രയാസപ്പെടും. ഇന്നത്തെ നല്ല റോഡിലൂടെ പോകുമ്പോ അന്ന് അവിടെ റോഡ് ഉണ്ടായിരുന്നു ആവോ. അപ്പോ അതുകൊണ്ട് പഴയ നിയമസഭ ഒരു കാര്യം ചെയ്തു. എന്താണ് ആ കാര്യം എന്നറിയാമോ? അവര് ചെയ്തത്, ഈ പെസഹായ്ക്ക് നീസാൻ മാസം 14-ാം തീയതിയാണ് പെസഹ. നീസാൻ മാസം 14-ാം തീയതി. ആബിബ് മാസം എന്നും പറയും. 2 തരം മാസക്കണക്കുകളുണ്ട്. നമുക്ക് നീസാൻ എടുക്കാം. അതില് ഈ 3 ലക്ഷം ആളുകൾ ഈ ഒറ്റ ദിവസം വന്നാൽ അവരുടെ ഈ ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ഉറങ്ങാനും പറ്റിയ ഇടമൊന്നും വേണ്ട, ഉറങ്ങണമൊന്നുമില്ല. ഇതിനൊന്നിനും സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് 12-ാം തീയതിയും 13-ാം തീയതി ഒക്കെ വന്ന് പെസഹ ആഘോഷിക്കാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നു. 12 13 പക്ഷേ ഇത് ജനത്തിന്റെ സൗകര്യത്തെ പ്രതി ചെയ്തു കൊടുത്തൊരു കൺസെഷനാണ്.
ഒത്തിരി കൺസെഷൻ ഒന്നും അനുവദിക്കുന്ന ഒരു സമൂഹമല്ല യഹൂദ സമുദായം. ഇന്നും നിങ്ങൾക്കറിയാമോ, ഇസ്രായേലില് പെസഹായ്ക്ക് 10 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 10 ദിവസം ഉപയോഗിക്കാൻ അവർക്ക് സെപ്പറേറ്റ് ഡിഷസ് ഉണ്ട്, പാത്രങ്ങളുണ്ട്. അവര് ആ 10 ദിവസം മാത്രം എടുക്കും, അത് കഴിഞ്ഞാൽ മുളക്കിട്ടേക്കും. ആ ദിവസത്തേക്ക് സെപ്പറേറ്റ് പാത്രങ്ങളാണ് പെസഹായ്ക്ക്. ഇന്ന് 21st സെഞ്ചുറിയില് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, പക്ഷെ ഇപ്പോഴും വളരെ കൺസർവേറ്റീവ് ആണ്. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു കാണും, ഇസ്രായേലില് 25,000 പേർക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഫെസ്റ്റിവലിന് ഒത്തുചേർന്നത്, ഈ കോവിഡ് കാലത്ത് ഒത്തുചേർന്നത് 1,00,000 ആളുകളാണ്. സ്റ്റാമ്പേഡിൽ മരിച്ചത് ഏതാണ്ട് 50ന്റെ അടുത്ത ആളുകളാണ്. മതത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. അപ്പൊ പെസഹായ്ക്ക് അവരൊരു കോംപ്രമൈസ് കൊടുത്തത് വേറെ യാതൊരു വഴിയില്ലാഞ്ഞിട്ടാ. പക്ഷെ റെസ്ട്രിക്ഷൻസ് വെച്ചു. എന്താണെന്ന് അറിയാമോ? 12-ാം തീയതി 13-ാം തീയതി ആണ് അവർ വരുന്നതെങ്കിൽ, നടത്തുന്നെങ്കിൽ അതിന് പെസഹ എന്ന് പേര് പോലും വിളിക്കരുത്. ആ ഫെസ്റ്റിവലിന് കിദ്ദുഷ് എന്ന് പേര് വിളിക്കണം. കിദ്ദുഷ്, KIDDUSH, കിദ്ദുഷ് എന്ന് പേര് വിളിക്കണം. പെസഹ എന്ന് വിളിച്ച് വേറൊന്നും ചെയ്യാൻ അവർ സമ്മതിക്കുന്നു. കിദ്ദുഷ് എന്ന് പേര്. ഇനി രണ്ടാമത്തേത്, പെസഹായ്ക്ക് അവരാചരിക്കുമ്പോ അതിന്റെ രീതി എങ്ങനെയാണെന്ന് അറിയാമോ? നീസാൻ മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷം 3 മണിക്ക് മുൻപ്, 2-നും 3-നും ഇടയ്ക്കുള്ള ഒരു സമയത്ത് യെരുശലേം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിന്റെ ആദ്യത്തെ ബലി നടക്കും. അതാണ് യഥാർത്ഥ ബലി, ആദ്യത്തെ കുഞ്ഞാടിന്റെ ബലി. ആദ്യത്തെ ബലി നടക്കും. ഈ ആദ്യത്തെ ബലിയെ തുടർന്ന് പിന്നെ ആളുകൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ആട്, ഞാൻ പറഞ്ഞത് 3 ലക്ഷം ആൾക്കാർ 30,000 ആട് വേണം. അവരവരെ ആടിനെ കൊണ്ടുവരാൻ തുടങ്ങും. പുരോഹിതന്മാർ നിരനിരയായിട്ട് ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ് പുരോഹിതന്മാർ ബലിയർപ്പിക്കാൻ. പുരോഹിതന്മാരിനെ ബലിയർപ്പിക്കും. ബലിയർപ്പിച്ചതിന് ശേഷം ആടിനെ അവർക്ക് തിരിച്ചു കൊടുക്കും, ആടിനെ കൊന്ന്. അതോടുകൂടി ഓരോ വ്യക്തിയുടെയും ദൈവാലയത്തിൽ ചടങ്ങ് കഴിയും. ആദ്യത്തേത് പെസഹ കുഞ്ഞാട്, ആദ്യത്തെ കുഞ്ഞാട് ഇറക്കുന്നതാണ്. പിന്നീട് ഓരോരുത്തരും കൂടെ കൊടുക്കുന്നത്. അത്താഴം എന്ന് പറയുന്നത് ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അവര് കനലിൽ വേവിച്ചെടുക്കും. ആടിന്റെ മാംസം ഒന്ന്. പിന്നെ ഒരു ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കിയ ഒരു ജാം പോലത്തെ ഒരു സാധനം, ഹരേഷേത്ത് എന്ന് പറയും, അതുണ്ട്. പിന്നെ വീഞ്ഞുണ്ട്. പിന്നെ പുളിപ്പില്ലാത്ത അപ്പമുണ്ട്. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പിന്നെ കൈപ്പീരൊക്കെ ഉണ്ട്. പോട്ടെ, അത്രയ്ക്ക് നമുക്ക് കൊണ്ടായില്ല. ഇത്ര സാധനമുണ്ട്. ഹരേഷേത്ത് എന്ന് പറയുന്ന ജാം പോലത്തെ ഒരു സാധനം പഴങ്ങളൊക്കെ അരച്ചുണ്ടാക്കുന്നതാണ്. യൂറോപ്യൻ അമേരിക്കൻ ജാമായിട്ട് കമ്പയർ ചെയ്ത് സ്റ്റിൽ സംതിങ് ലൈക്ക് ദാറ്റ്. ഹരേഷേത്ത്, പുളിപ്പില്ലാത്ത അപ്പം, വീഞ്ഞ, ആടിന്റെ മാംസം, ചുട്ടാടിന്റെ മാംസം. ഒരു കഷ്ണം പോലും വേസ്റ്റ് ആക്കാൻ പറ്റില്ല, മുഴുവൻ തിന്നണം. അതിനാണ് 10 പേർക്ക് ഒരാളെന്നുള്ള കണക്കിൽ അവർ ആടിനെ എടുക്കുന്നത്. ഇനി ഇത് പെസഹായുടെ കണക്ക്. പെസഹായല്ല കിദ്ദുഷാണ് ആചരിക്കുന്നതെങ്കിലോ ആടിനെ ബലിയർപ്പിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ. ആടിനെ ബലിയർപ്പിച്ചില്ല. ആദ്യത്തെ ആടിനെ മഹാപുരോഹിതൻ ബലിയർപ്പിച്ചതിന് ശേഷമാണ് പിന്നത്തെ ആൾക്കാർ ബലിയൊക്കെ വരുള്ളൂ. അപ്പൊ ആടിന്റെ മാംസം ഉണ്ടാകില്ല. രണ്ടാമത്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം ആയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കണം. അപ്പോ കിദ്ദുഷ് ആണെങ്കിൽ കിദ്ദുഷ് എന്ന് പേര് പറയണം. അതിന് പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കണം. അതിന് ആടിന്റെ മാംസം ഉണ്ടായിരിക്കാൻ പാടില്ല.
ഇത്രയുമാണ് ഉള്ളത്. അപ്പവും വീഞ്ഞും ഒക്കെ ആയിട്ട് പെസഹ അല്ലെങ്കിൽ ഹിന്ദുഷ് നിറവേറ്റണം. ഇതാണ് നിയമം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ബൈബിൾ വായിക്കുമ്പോ, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോ, അത് മുഴുവൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പോ നമുക്ക് മനസ്സിലാകും യേശു ക്രിസ്തുവിനെ അവർ പിടിക്കുന്നത് പെസഹ ദിവസമാണ്. പിടിക്കുന്നത് പെസഹയുടെ തലേ ദിവസമാണ്. നീസാൻ മാസം, നമ്മുടെ ഇപ്പോഴത്തെ കണക്കി പറയാം, നീസാൻ മാസം 13-ാം തീയതി അസ്തമിച്ച രാത്രിയിലാണ് യേശു ക്രിസ്തുവിനെ പിടിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കൊല്ലുന്നത് നീസാൻ മാസം 14-ാം തീയതിയാണ്. ഞാനൊന്നുകൂടെ വിശദീകരിക്കാം. വേദപുസ്തകം അനുസരിച്ച് സകല ബലികളെയും പൂർത്തീകരിക്കുന്നതും സകല ബലികളെയും നീക്കിക്കളയുന്നതും യേശു ക്രിസ്തുവാണ്. ആ പാട്ടുണ്ടോ? ബലികള് നീക്കിടും തിരുബലിധന്യം താൻ പുണ്യം നൽകിടും ബലിയെ സ്തോത്രം. ബലികളെ എല്ലാം, മൃഗബലി നീക്കിക്കളയുന്ന ബലി യേശു ക്രിസ്തുവാണ്. സാക്ഷാൽ പെസഹ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. ഇനി യേശു ക്രിസ്തു സാക്ഷാൽ പെസഹ കുഞ്ഞാട്, ബാക്കിയുള്ളൊക്കെ നിഴലാണ്. അതിന്റെ ഏർലി സൈൻസ് ആണ്. സൈൻസ് സേമയ്യോൺ എന്ന ഗ്രീക്ക് വാക്ക് യോഹന്നാൻ ഉപയോഗിക്കുന്നു. സൈൻസ്. അപ്പോ ഈ പെസഹ യേശു ക്രിസ്തു ആണ് പെസഹ, യഥാർത്ഥ പെസഹ കുഞ്ഞാടെങ്കില് യേശു ക്രിസ്തു ബലിയായി അർപ്പിക്കപ്പെടേണ്ടത് എപ്പോഴാണ്? നീസാൻ മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മുമ്പായിട്ടാണ്. നീസാൻ മാസം 14-ാം തീയതി 3 മണിക്ക് മുമ്പ് ആ യാമം യേശു ക്രിസ്തു മരിച്ചിരിക്കണം, കൊല്ലപ്പെടണം. അങ്ങനെയെങ്കിൽ നീസാൻ മാസം 13-ാം തീയതി യേശു പെസഹ ആഘോഷിക്കണം. പെസഹ ആഘോഷിച്ചിട്ടാണ് ഗത്സമൻ തോട്ടത്തിൽ പോകുന്നതും, ഗത്സമൻ തോട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ പിടിക്കുന്നതും രാത്രി വിചാരണ ചെയ്യുന്നതും കുരിശിക്കാൻ കൊണ്ടുപോകുന്നതും ഒക്കെ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. പെസഹ പെരുന്നാളായ കാരണം അവര് പല റെസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ പറയുന്നു. ഇതിനകത്ത് കിടന്നില്ല, അശുദ്ധമാകാതിരിക്കാനായിട്ട് കിടന്നില്ല. ഇനി നീസാൻ മാസം 14-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരു യഹൂദനും അന്ന് യേശുവിനെ പിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടില്ല. അത്ര വിശുദ്ധ ദിവസമാണ് അവർക്കത്. അവർ പോകില്ല. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്ക്, യേശു ക്രിസ്തുവിന്റെ പെസഹായിൽ വിഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്തായാലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ആടിന്റെ മാംസം ഉണ്ടായിരുന്നു. ആടിന്റെ മാംസം ഉണ്ടായിരുന്നില്ല. ആടിന്റെ മാംസം ഏറ്റവും പ്രധാനപ്പെട്ടതാ. ഒരു തരി പോലും കളയാണ്ട് തിന്നേണ്ടതാ, വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ആ സാധനം ഉണ്ടായില്ല അവിടെ. അപ്പൊ അത് തന്നെ ഏറ്റവും ക്ലിയർ ഇൻഡിക്കേഷൻ ആണ് യേശു ക്രിസ്തു ആഘോഷിച്ചത് പെസഹയല്ല, ഹിന്ദുഷാണ്. അത് ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. യേശു ക്രിസ്തുവിന്റെ രക്ഷയെ പറ്റിയുള്ള തിയോളജി ആലോചിക്കും മനസ്സിലാകും. സാക്ഷാൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടേണ്ടത് നീസാൻ മാസം 14-ാം തീയതി. യേശു ക്രിസ്തു എപ്പോഴാണ് മരിക്കണത്? 9-ാം മണി, 3 മണി. 3 മണിക്ക് പേശ് മരിച്ചു. അവരൊന്ന് പറഞ്ഞു സമയത്തിന് മുമ്പ് മരിച്ചു. സമയമൊന്നും ആയില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ ബലി പെർഫെക്റ്റ് ആയിട്ട് നിറവേറ്റപ്പെടണം, സാക്ഷാൽ പെസഹ കുഞ്ഞാടിന്റെ ബലി. അപ്പൊ ക്ലിയർ ആയി, സാക്ഷാൽ പെസഹ കുഞ്ഞാടായിരുന്നു യേശു എങ്കിൽ ആ ബലി നിറവേറ്റപ്പെടേണ്ടത് 14-ാം തീയതിയാണ്.
അപ്പൊ യേശു ക്രിസ്തു 13-ാം തീയതി ആഘോഷിക്കണം. അത് പെസഹായല്ല, കിദ്ദുഷാണ്. കിദ്ദുഷാണ് ആഘോഷിച്ചതെങ്കിൽ അവിടെ അപ്പം പുളിപ്പുള്ളത് ആയിരിക്കും. അങ്ങനെ യേശു ക്രിസ്തു പുളിപ്പുള്ള അപ്പം ഉപയോഗിച്ചത് കൊണ്ട് നമ്മളും പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നു. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു എന്ന വാക്കാണ്. ആയി എന്നല്ല, അടുത്തിട്ടേ ഉള്ളൂ. തലേ ദിവസം നമുക്ക് പെരുന്നാൾ അടുത്തു, പെരുന്നാളല്ല. യേശുക്രിസ്തു ആഘോഷിച്ചത് കിദ്ദുഷ. അല്ലെങ്കിൽ അവിടെ മാംസമില്ലാതെ പറ്റില്ല, ആടിനെ ബലിയർപ്പിക്കാതെ പറ്റില്ല. യേശുവോ ശിഷ്യന്മാരോ യെരുശലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോയ യാതൊരു ഇൻഡിക്കേഷനും ഇല്ല, ഒരു ഇൻഫർമേഷനും ഇല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ക്ലിയർ ആണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒരല്പം കൺഫ്യൂസിങ് ആണ് നെറേറ്റീവ്സ്. പക്ഷെ അവിടെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ്, ആടിന്റെ മാംസം ഉണ്ടെന്ന് അവരാരും പറയുന്നില്ല. അത് അവർ ഓർമ്മയുള്ള കാര്യമാണല്ലോ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആടിന്റെ മാംസം ഉണ്ടായിരുന്നായിട്ട് ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. ആടിന്റെ മാംസം ഇല്ലാണ്ട് പെസഹായും ഇല്ല, ആടിന്റെ മാംസം ഇല്ലാണ്ട് പെസഹായും ക്ലിയർ ആണ്. പക്ഷെ വെസ്റ്റേൺ ചർച്ചസ് ഈ സിറിയക് ട്രഡീഷൻ അറിയാവുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. സുറിയാനി സഭയ്ക്കാണ് ട്രഡീഷൻ മുഴുവൻ കിട്ടിയത്. റോമിലുള്ളവർക്ക് കിട്ടിയത് എന്തെന്നാ, പത്രോസും പൗലോസും പോയി പ്രസംഗിച്ച സെക്കൻഡ് ഇൻഫർമേഷനേ ഉള്ളൂ. യേശുക്രിസ്തു നേരിട്ട് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന്റെ 1000 ദിവസത്തെ മിനിസ്ട്രി അവിടെ നടന്നിട്ടില്ല. അത് ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പൗലോസും പത്രോസും പറഞ്ഞ പ്രസംഗം മാത്രമേ ഉള്ളൂ അവിടെ. സുറിയാനി സഭയ്ക്ക് കിട്ടിയതോ യേശുക്രിസ്തുവിന്റെ പ്രസംഗം നേരിട്ടാ കിട്ടിയത്. അപ്പോ ഈ സഭയുടെ പാരമ്പര്യം ഇതിൽ വളരെ പ്രധാനമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വെച്ചുകൊണ്ടല്ല, ജീവിച്ചിരുന്നവർ കണ്ടതും അനുഭവിച്ചതും കേട്ടതും ഒക്കെ വെച്ചുകൊണ്ട് ആണ് സഭയുടെ ദൈവശാസ്ത്രവും വേദപുസ്തക വ്യാഖ്യാനവും പ്രാർത്ഥനകളും ദൈവശാസ്ത്രവും ഒക്കെ രൂപപ്പെട്ടു. ട്രഡീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഒപ്പം പെസഹ നമ്മൾ എന്തുകൊണ്ടാണ് കുർബാനയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതും ശ്രദ്ധിക്കണം. നീ ആര് ചോദിച്ചാലും നമുക്ക് പറയാം, പെസഹ ബലി ഇല്ലാതെ, ആടിന്റെ മാംസം ഇല്ലാതെ പെസഹ നടക്കില്ലല്ലോ. അവിടെ ആടിന്റെ മാംസം ഒരു പരാമർശം പോകും. ബലിയർപ്പിക്കാൻ ദൈവാലയത്തിൽ പോയതായിട്ട് ആ ദിവസത്തെ പറ്റി പരാമർശം. ആദ്യത്തെ ചോദ്യം, എവിടെ പെസഹ ഒരുക്കണം? അപ്പൊ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ വരും, അവിടെ ഒരുക്കാനാണ് പറഞ്ഞത്. ദൈവാലയത്തിൽ പോകേണ്ട സമയത്ത് ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. 14 ഈ സമയത്ത് ദൈവാലയത്തിൽ പോകേണ്ട സമയമാണ്. പക്ഷെ അവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. മാളിക അന്വേഷിച്ചാ പോകുന്നത്, യെരുശലേം ദേവാലയമല്ല. ഓക്കെ, അത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇച്ചിരി നമ്മുടെ ആരാധനകളുടെ ദൈവശാസ്ത്രത്തില് യേശുക്രിസ്തുവുമായിട്ടുള്ള എല്ലാം തന്നെ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തുകയാണ്. ആദ്യമേ തന്നെ കുർബാനയെ പറ്റി ഞാൻ പറയാം. ആളുകള് തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു മർക്കോസിന്റെ മാളികയിൽ അപ്പറവും കുർബാന സ്ഥാപിച്ചു എന്ന്. അതൊരു തീർത്തും പാർഷ്യൽ ഇൻഫർമേഷൻ ആണ്. ഇറ്റ്സ് എ പാർഷ്യൽ ട്രൂത്ത്. സെഹ്യോൻ മാളികയിൽ വെച്ച് പെസഹായിലല്ല യേശുക്രിസ്തു കുർബാന സ്ഥാപിച്ചത്. കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിന്റെ ബലിയാണ്, അല്ലെ? കുർബാന എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിന്റെ ബലിയാണ്. പെസഹയ്ക്ക് യേശുക്രിസ്തു ബലിയായിട്ടില്ലല്ലോ.
യേശുക്രിസ്തു ബലിയാവുന്നത് പിറ്റേ ദിവസമല്ലേ? അപ്പോഴല്ലേ യേശുക്രിസ്തു ബലിയാവുന്നു. അപ്പോ യേശുക്രിസ്തു കുർബാന സ്ഥാപിക്കാൻ ആരംഭിച്ചതാണ് ഈ സഖ്യം മാളിക. യേശുക്രിസ്തു ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു കൊടുത്തത് ശരീരമൊന്നുമല്ല, അപ്പമാണ്. രക്തം എന്ന് പറഞ്ഞു കൊടുത്തത് രക്തമല്ല, വീഞ്ഞാണ്. ആ രക്തവും ആ ശരീരവും യഥാർത്ഥമായി കൊടുക്കുന്നത് പിറ്റേ ദിവസം കാൽവറിയിലാണ്. വേദപുസ്തകത്തിന്റെ നറേറ്റീവ്സ് അനുസരിച്ച് 6-ാം മണി സമയത്ത്, അതായത് ഉച്ചയ്ക്ക് 12 മണി യെരൂശലേമില് യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെടുന്നു. 9-ാം മണി സമയത്ത്, അതായത് വൈകിട്ട് 3 മണി, ആ സമയത്ത് യേശുക്രിസ്തു മരിക്കുന്നു. 6-ാം മണിക്കും 9-ാം മണിക്കും ഇടയ്ക്കുള്ള യാമത്തിലാണ് യേശുക്രിസ്തു കുരിശിൽ കിടന്നു മരിക്കുന്നത്. അതാണ് യേശുക്രിസ്തു പെസഹ കുഞ്ഞാടിനെ മഹാപുരോഹിതൻ യെരൂശലേം ദേവാലയത്തിൽ ബലി കഴിക്കുന്ന യാമം. ഇനി ഇതൊരല്പം കൂടെ ഞാൻ വിശദീകരിച്ചു തരാം. നമ്മള് കുർബാന ചൊല്ലുമ്പോ, നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഞാൻ അമേരിക്കയിൽ ഇതുവരെയും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ തണുപ്പൊക്കെ സഹിക്കാനുള്ള ശക്തി എനിക്കുണ്ടെന്നൊട്ട് തോന്നണമില്ല. അമേരിക്കയിലെ തണുപ്പൊക്കെ അവിടെ എന്താ പറയാ, നിങ്ങൾ കേരളത്തിൽ നിശ്ചയിച്ചാൽ മതി, അപ്പോഴെനിക്ക് പറയാൻ കഴിയുള്ളൂ. കേരളത്തിലെ രീതി അനുസരിച്ച് നമ്മൾ കുർബാന അർപ്പിക്കുന്നത് 6-ാം മണി പ്രാർത്ഥനയോടുകൂടിയാണ്. 6-ാം മണി പ്രാർത്ഥന കൗമ ചൊല്ലി പൂർത്തീകരിക്കില്ല. നമ്മൾ 6-ാം മണി പ്രാർത്ഥന ചൊല്ലി ആ യാമപ്രാർത്ഥനയുടെ അവസാനത്തിൽ കുർബാന ആരംഭിക്കുകയാണ്. കാരണം എന്താണ്? 6-ാം മണി മുതൽ 9-ാം മണി വരെയാണ് യേശുക്രിസ്തുവിന്റെ ബലിയുടെ ഹയസ്റ്റ് പോയിന്റ്. പിന്നെ ഹയസ്റ്റ് പോയിന്റ്, ഏറ്റവും ഉന്നതമായ സമയം അതാണ്. അത് 6-ാം മണി മുതൽ 9-ാം മണി വരെ. അതുകൊണ്ട് 6-ാം മണി ആ യാമത്തിൽ, 6-ാം മണി മുതൽ 9-ാം മണിയുള്ള യാമത്തില് 6-ാം മണി പ്രാർത്ഥന പൂർത്തീകരിക്കാതെ നമ്മള് യേശുക്രിസ്തുവിന്റെ ബലിയായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. എല്ലാ ദിവസത്തെയും കണക്ക് അത് തന്നെയാണ്. ഇനി ഇതിന് വ്യത്യാസമുള്ളത് 2 സമയത്ത് മാത്രമേ ഉള്ളൂ. ഒന്ന് പെസഹ. പെസഹായിൽ എന്താ സംഭവിക്കുന്നത്, എന്താ ചെയ്യുന്നത് അറിയാമോ? പെസഹായിൽ യേശുക്രിസ്തു കുർബാന ആരംഭിച്ചിട്ടേ ഉള്ളൂ. ബലി നിറവേറിയിട്ടില്ല. യേശുക്രിസ്തു അപ്പം കൊടുത്തിട്ടേ ഉള്ളൂ, ശരീരം കൊടുത്തിട്ടില്ല. ആ ബലി നിറവേറാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു യാമം മുമ്പ് നമ്മൾ കുർബാന അർപ്പിക്കും. അന്ന് 3-ാം മണി പ്രാർത്ഥന കഴിഞ്ഞ വിശുദ്ധ കുർബാന അർപ്പിക്കും. 3-ാം മണി നമസ്കാരം. കാരണം ബലി നിറവേറും. അതുകൊണ്ട് അതിൻ്റെ ഒരു സൂചനയായിട്ട് ഒരു യാമം മുമ്പ്. ഇനി ദുഃഖ ശനിയാഴ്ച എന്തിന്റെ ദിവസമാണെന്നറിയാമോ? യേശുക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന മരിച്ചവരോട് സുവിശേഷം അറിയിച്ചതിന്റെ ദിവസമാണ് ദുഃഖ ശനിയാഴ്ച. ദുഃഖ ശനിയാഴ്ച എങ്ങനെയാ ബലിയർപ്പിക്കണം എന്നറിയാമോ? അത് യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ടാണ് പാതാളത്തിലേക്ക് പോയത്. ഇപ്പൊ 9-ാം മണിക്ക് യാമത്തിൽ യാമം മാറി. 6-ാം മണിയിലാണ് കുരിശിൽ കിടക്കുന്നത്. 9-ാം മണിയിലെത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 9-ാം മണിയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയുള്ളൂ. കാരണം അന്ന് 9-ാം മണി കഴിഞ്ഞാണ് കരുതുന്നത്. ചില യേശുക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർത്താണ് ആരാധനയുടെ ക്രമീകരണങ്ങളൊക്കെ വന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർത്ത്. ഒരു പക്ഷേ
ഇതൊക്കെ അമേരിക്കയിൽ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. സാധിക്കുമായിരിക്കും. അല്ല, സമയത്തിന്റെ പല റെസ്ട്രിക്ഷൻസും ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടായിരിക്കും. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റിയല്ല പറഞ്ഞത്. സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച ആരാധനയെ കുറിച്ചാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും സഭകളൊക്കെ ആയിട്ട് നിങ്ങളുടെ പള്ളി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്തേണ്ടി വരും. അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെയല്ല എന്നും പറഞ്ഞ ആ ഒരു പ്രതിസന്ധിക്ക് പോകേണ്ട കാര്യമൊന്നും. പക്ഷെ സഭയുടെ ക്രമീകരണം ഇതാണ്, അതിന്റെ ദൈവശാസ്ത്രം ഇതാണ്. അതിന്റെ ദൈവശാസ്ത്രം ഇതാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തോട് ബന്ധപ്പെടുത്തിയാണ് എല്ലാ ബലികളും ക്രമീകരിച്ചിരിക്കുന്നത്. ആരാധന പെരുന്നാൾ നമുക്കറിയാം, എല്ലാ യേശുക്രിസ്തുവോട് ബന്ധപ്പെടുത്തി തന്നെയാണ്. ദനയ്ക്കാണെങ്കിലും ക്രിസ്തുമസ് ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും. അപ്പോ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഇച്ചിരി സമയം വൈകി, ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടുത്തെ പിള്ളേരെ എങ്ങനെയാണ് പാട്ട് പാടുന്നതെന്നൊന്നും എനിക്കറിയില്ല, സെക്കൻഡ് ജനറേഷൻ. കാര്യം മംഗ്ലീഷ് ശീലമുള്ള പിള്ളേരാണല്ലോ അത്. ഇംഗ്ലീഷ് അല്ല, മലയാളം അല്ല അവർ ചൊല്ലുന്നത്. അപ്പോ പലരും തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അവര് മാത്രമല്ല, എന്റെ പള്ളിയിലെ കപ്പ്യാരും ചെല്ലുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോകാറുണ്ട്. അയ്യോ, അദ്ദേഹത്തെ തിരുത്തൽ നടക്കൊന്നുമില്ല, എന്ത് പറഞ്ഞാലും തിരുത്താൻ പറ്റില്ല. ഒരിക്കൽ ഈ സഭ പിളർന്ന കാലത്ത് ഹൈറേഞ്ചിൽ പള്ളികളില്ല, പണ്ട് പള്ളികൾ വെച്ചിട്ടില്ല. ഓർത്തഡോക്സുകാർക്ക് നമുക്കും പള്ളികളില്ല, ഒരു കുടിയേറ്റ മേഖലയാണ്. 70കളില് ഇപ്പോഴത്തെ ബാബ ദീവന്നാസ് സുസരിമേനിയാണ് അവിടെ കൂടുതലും പള്ളികൾ വെച്ചത്. അന്നൊക്കെ കുറച്ച് പള്ളികളുടെ അച്ഛന്മാരൊന്നും ഇല്ല. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവര് കോതോങ്കർത്ത് വരും, എവിടെന്നെങ്കിലും ഒരു അച്ഛനെ അവിടെ ഇരിക്കുന്ന അച്ഛന്മാരെ സംഘടിപ്പിച്ചു കൊടുക്കും. അവര് പോയി ശവടക്ക് നടത്തും, പിറ്റേ ദിവസം കുർബാനയിലും തിരിച്ചു പോരും. വാഹനങ്ങളൊന്നും ഇല്ല. അവരോട് ചോദിച്ചാൽ പറയും, എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ 82-ല് ഹൈറേഞ്ചിൽ ഒരു യാത്ര പോകേണ്ടി വന്നു. അപ്പോ എനിക്ക് പോകേണ്ടത് രാജകുമാരിക്കാണ്. രാജകുമാരിലേക്ക് ബസ്സൊന്നും കിട്ടില്ല, വേറെ ഏതോ സ്ഥലത്ത് ബസ് നിർത്തി ഞാൻ അവിടെ ഇറങ്ങി നടക്കുകയാണ്. കുറെ നേരം നടന്നു കഴിഞ്ഞപ്പോ ഒരാളോട് ചോദിച്ചു, ചേട്ടാ ഇനി പള്ളിയിലേക്ക് എന്തോരം പോണം? ഒരു 2 കിലോമീറ്റർ ഉള്ളൂ മോനെ. ഞാൻ കൊച്ചാ, വലിയ പ്രായം ഒത്തിരിക്കില്ല, ഇനി 2 കിലോമീറ്റർ ഈ വഴിക്ക് പോയാൽ. ഞാൻ അങ്ങനെ ഈ കയറ്റമൊക്കെ കയറി നടന്ന് കുറേ ചെന്നു. അത് കഴിഞ്ഞപ്പോ ഒരു ചെറുക്കനോട് എന്റെ എതിരവന, എന്റെ പ്രായക്കുള്ളത്, ഇനി എന്തോരുണ്ട് പള്ളിക്ക്? ഇനി ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. അരമണിക്കൂറൊക്കെ നമ്മള് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞത് ഇപ്പൊ 3 കിലോമീറ്റർ ആയി. അവരെ ദൂരെ കിടക്കണം. അതിന് വഴി ചോദിച്ചാൽ എവിടെ? ആ മലയുടെ അപ്പുറത്തേന്റെ ഇപ്പുറത്താന്ന് പറയും. കിലോമീറ്റർ 12 ഉണ്ടാവും. അവർ നോക്കാൻ നേരത്തെ എയർ ഡിസ്റ്റൻസ് നോക്കാൻ നേരത്തെ തന്നെ, പക്ഷെ മല എങ്ങനെ ചുറ്റി വളഞ്ഞു പോകണം, ആ മലയുടെ അപ്പുറത്തേന്റെ ഇപ്പുറത്താണ്. ഒരു ദിവസം ഒരാൾ മരിച്ചു ഒരു പള്ളിയില്, ഗീവറീസയുടെ നാമത്തിലുള്ള പള്ളിയാണ്. അപ്പൊ അച്ഛനെ അന്വേഷിച്ചു. വയസ്സായ ഒരു അച്ഛനെ എല്ലാവരും പറഞ്ഞിട്ട്, അച്ഛൻ ചെല്ല്, ശവം അടക്കണ്ട്, എന്താ ചെയ്യണത്? അച്ഛൻ പറഞ്ഞു, മോനെ എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു, നടക്കണ്ട അച്ഛൻ പറഞ്ഞു. ശരിയുള്ളൂ. എവിടെയാ? ആ മലയുടെ അപ്പുറത്തെ അച്ഛൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ അടക്കാണ്ടിരിക്കാൻ പറ്റുമോ? അച്ഛനെ കയ്യെ പിടിച്ചും സപ്പോർട്ട് ചെയ്തും ശ്വാസം മുട്ടി ഒക്കെ അച്ഛൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥന നടത്തി. അത് വീട്ടിലേക്ക് എന്നത് പള്ളിയിലേക്ക് വെച്ചപ്പോഴാണ്. നടന്ന് അച്ഛൻ വിഷമിച്ചു. നല്ല പ്രായമുള്ളയാളാണ്. പള്ളിയിൽ ചെന്നപ്പോ അച്ഛൻ ചെന്ന് നീട്ടി പിടിക്കാനും പറ്റില്ല, അച്ഛനൊക്കെ വയ്യ. അച്ഛൻ അവസാനത്തെ കുക്കിയും ചെല്ലാൻ തുടങ്ങി. മക്കളിൽ അപ്പാന്ത് പോയി പോലെ കപ്പ്യാർക്ക് മനസ്സിലായി അച്ഛൻ ചെല്ലൂല. കപ്പ്യാരത് ശീലിച്ച ആളാണല്ലോ, കപ്പ്യാര് ബാക്കിയല്ലേ, അച്ഛൻ ചെല്ലേ ശരണ നെൻകൃപ. കപ്പ്യാര് ബാക്കിയല്ലേ. അടുത്തത് അച്ഛന് ശ്വാസം പോലും കിട്ടണില്ല. കപ്പ്യാര് നോക്കിയപ്പോ അച്ഛൻ ചെല്ലണില്ല. കപ്പ്യാർക്ക് നോക്കിയപ്പോ ഒരു അവസരമാണ് ചെല്ലാൻ കിട്ടിയത്. കപ്പ്യാർക്ക് ചെല്ലി കുതിരെ കൊന്നൊൻ രാജ. ഗീവർഗീസാണ് പള്ളിയാണ്. കുതിരപ്പുറത്ത് ഒരാള് കുന്തമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ പാടി ഹൈറേഞ്ചാണ്, പുസ്തകങ്ങളൊന്നും ഞാൻ ധരിക്കാൻ പറ്റുന്നുണ്ട്.
പുസ്തകങ്ങളൊന്നും ഇല്ല അവിടെ. അപ്പൊ ഫോട്ടോ കണ്ടു കേട്ട് ശീലിച്ചു. പുള്ളിക്ക് അതാണ് കുതിരെ കൊന്നൻ രാജ. നമ്മുടെ ഇത്രയും അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനകളൊക്കെ പലരും വളരെ വികലമായിട്ട് ചൊല്ലാറുണ്ട്. ഇനി പല ആളുകളും പള്ളിയിൽ നിൽക്കാൻ അത്ര ഉത്സാഹം കാണിക്കാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മംഗ്ലീഷ് പിള്ളേർക്ക് ചൊല്ലുന്നത് എന്താണെന്ന് അവർക്കും അറിയില്ല. അവരുടെ മലയാളം പേരൻസിന് പോലും ചിലർക്കറിയില്ല. മലയാളം പേരൻസിന് പോലും ചിലർക്കറിയില്ല. അപ്പോ അതുകൊണ്ട് എന്താണ് അവര് ചെല്ലുന്നതെന്ന ഒരു നിശ്ചയമില്ല അവർ. പിള്ളേര് പള്ളിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചൊല്ലുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയണം. ഇനി ചില തമാശയുള്ള പാട്ടുകളൊക്കെ ഞാൻ പറയാം, അതിന്റെ അർത്ഥം പറയാം. ഒരുപോലിങ്ങോർത്തോമാവുണ്ടേലും നിന്നോർമ്മ. സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ എന്നെ പഠിപ്പിക്കാൻ വന്ന സെമിനാരി പോകാത്തൊരു ചെമ്മാച്ചനോട് ചോദിച്ചു, ചെമ്മാച്ച ഉണ്ടേമേലും നിന്നോർമ്മ ചേർത്ത് തന്നെ ഉണ്ടാ? ചെമ്മാച്ചൻ ഞെട്ടിപ്പോയി. ചെമ്മാച്ചൻ ആദ്യമായിട്ട് ചോദ്യം കേൾക്കണം. കുറച്ചു ഇതെന്ത് സാധനം ഇത് ഉണ്ടേമേലും? അവസാനം പുള്ളി കുത്തി, ഞാൻ കൊച്ചാണല്ലോ സൺഡേ സ്കൂളിൽ പഠിക്കണേ, 7 പഠിക്കുകയാണ്. പുള്ളി ചെമ്മാച്ചനാണ്. പുള്ളി എന്നോട് പറഞ്ഞു, അത് മോനെ അത് ഉണ്ടേന്നല്ല, ഉണ്ടാകന്മേലും എന്റെ മേൽ ഉണ്ടാകണം നിന്നോർമ്മ, ഉണ്ടാകന്മേലും നിന്നോർമ്മ. പിന്നെ പാട്ടിന്റെ ട്യൂൺ ഒപ്പിക്കാൻ വേണ്ടി ഒരു വരി ഒരക്ഷരം വിട്ടു കളഞ്ഞതാന്ന് പറഞ്ഞു. ഞാനത് അതേപടി വിശ്വസിച്ചു. ചെമ്മാച്ചനല്ലേ പറഞ്ഞ, നമ്മള് കൊച്ചുവല്ലേ, ചെമ്മാച്ചൻ ഉപ്പിക്കെട്ട് സൂപ്പിക്കൊച്ചു. പക്ഷെ സെമിനാരിൽ ചെന്ന സുറിയാനിയിൽ ആ പാട്ട് പാടായി തുടങ്ങിയപ്പോഴാണ്, സുറിയാനി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഉണ്ടയില്ലാന്ന്. അവിടെ എന്താ പാട്ടിന്റെ അർത്ഥം അറിയാമോ? ആ പാട്ടിന്റെ അർത്ഥം എങ്ങനെയാണത്? ശരിക്കും സുറിയാനി പാട്ട് മോ ഗീവർഗീ സഹദ, നിന്റെ ഓർമ്മ സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ ഉണ്ട്. നിന്റെ മോ ഗീവർഗീ സഹദ, നിന്റെ ഓർമ്മ സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെയുണ്ട്. നിന്റെ ഓർമ്മയെ ആദരിക്കുന്നവർക്ക് നിന്റെ പ്രാർത്ഥന സഹായമായി തീരണം. അപ്പൊ നമ്മുടെ പരിഭാഷപ്പെടുത്തുന്ന ആൾക്കാരത് പരിഭാഷപ്പെടുത്തി കവിത എഴുതാറിയാവുന്ന ഒരു കവിതയാക്കി ഈണവും താളവും ഒക്കെ കൊടുത്തപ്പോൾ ഇച്ചിരി വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടു. ഇതാണ് പറ്റിപ്പോയത്. ശരിക്കും സുറിയാനിയിലെ അതേ രീതിയിൽ എന്താണ് ഇങ്ങനെ ചൊല്ലിയാൽ അർത്ഥം ക്ലിയർ ആണ്. അതേ ട്രാൻസ്ലേഷൻ ഞാൻ മലയാളത്തിൽ ചെല്ലാം. നിന്നോർമ്മ ഓ സ്വർഗങ്ങളിലൊരുപോലെ. ക്ലിയറായി? മോർ ഗീവർഗീ സഹദ, നിന്റെ ഓർമ്മ ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോ ഉണ്ട് എന്നൊരു വാക്ക് അവിടെ വരില്ല. അവർ പറഞ്ഞല്ലേ, ഒരുപോലിങ്ങും ഒരുപോലെ ഇങ്ങും ഇവിടെ ഭൂമിയിലും ഉണ്ട് മേലും മേൽ സ്വർഗത്തിലും നിന്നോർമ്മ. അതാണ് ഉണ്ട് മേലും പറഞ്ഞു ഉണ്ടേ മേലും ആയതിനെ എല്ലാവരും ചുറ്റിപ്പായി. ഞാൻ ആ പാട്ട് ആ വരി ഒന്നുകൂടി പാടാം. ഇത് നിങ്ങൾ പള്ളി പോയി മാറ്റി പാടരുത്. പള്ളി ചെല്ലുമ്പോൾ നമുക്ക് പുസ്തകത്തിലുള്ള പോലെ പാടാം. പക്ഷെ മനസ്സിലാക്കുക, അർത്ഥം ഇതാണ്. നിന്നോർമ്മ ഓ സ്വർഗങ്ങളിലൊരുപോലെ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ
ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. ഇനി വേറെ ഒരു ഗീതം, അത് നമുക്കറിയാം. മൊറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയം തൻ കോപത്തിൻ വടികളയും മാച്ചിടേണം. എന്തൊക്കെ മാച്ചു കളയണം? ഇപ്പോഴത്തെ പിള്ളേര്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പിള്ളേര് കേട്ടെന്നോണം, മൊറാനീശോ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ കുരിശും നിൻ മാതാവിൻ പ്രാർത്ഥനയും അടികളെയും കോപത്തിൻ വടികളെയും മാച്ചുകളാം. ഇപ്പൊ എങ്ങനെയാ? കർത്താവെ നിന്റെ കുരിശും വേണ്ട, മാതാവിന്റെ പ്രാർത്ഥനയും വേണ്ട, അടിയും വേണ്ട, കോപവടികളും വേണ്ട, ഞങ്ങളുടെ പാട്ടിന് കിട്ടേരെ എന്നുള്ളതാണ്. ഒരക്ഷരം ട്രാൻസ്ലേഷനില് അവര് വിട്ടുകളഞ്ഞു. വിട്ടത് തെറ്റൊന്നുമില്ല. മലയാളത്തിൽ കവിത വ്യാഖ്യാനിക്കുമ്പോൾ അന്വയം എന്ന് പറയുന്നൊരു ഈ സങ്കേതമുണ്ട്. അന്വയം അറിയാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അന്വയം അറിയില്ലെങ്കിൽ അത് അന്യായി. അന്വയം എന്താന്ന് കേരളത്തിൽ ഇപ്പൊ അറിയാവുന്നത് പഴയ മലയാള സാഹമാർക്ക് മാത്രം. അന്വയം എന്താന്ന് അറിയാവുന്നത് പഴയ മലയാള സാഹമാർക്ക്. സത്യത്തില് ബൈ എന്നൊരു വാക്കുണ്ട്. ബി എന്നാണ് അതിന്റെ സുറിയാനി അക്ഷരം. ബി എന്നൊരു സുറിയാനി അക്ഷരം ചേർത്താൽ അതിന് ബൈ എന്നാണ് അർത്ഥം. അപ്പോ ആ ബൈ മലയാളത്തിൽ ചേർത്തില്ല. കാര്യം ചേർക്കാണ്ട് തന്നെ അന്വയം എന്ന നിയമം വെച്ചത് ശരിയാക്കാൻ പറ്റും. ഇനി ചിന്തിക്കണില്ല. ആ ബൈ അല്ലെങ്കിൽ ബി ചേർത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? മൊറാനീശോ കുരിശാലും മാതാവിൻ പ്രാർത്ഥനയാലും അടികളയും തൻ കോപത്തിൻ വടികളയും മാച്ചിടേണം. എന്താണ്? കർത്താവേ നിന്റെ കുരിശും നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയും മുഖാന്തരം, with the praise of your mother and thy cross, അടികളും കോപത്തിന്റെ വടികളും മാച്ചുകളയും. അടികളും കോപത്തിന്റെ വടികളും ചെല്ലണത് പതിവ് പോലെ ചിട്ടിയാൽ മതി. പക്ഷെ മനസ്സിലാക്കുക, മാതാവിന്റെ പ്രാർത്ഥനയോ കർത്താവിന്റെ കുരിശോ വായിച്ചു കളയാൻ പറ്റില്ല. മലയാളം അന്വയം ഞാൻ പറഞ്ഞു ചിട്ടിച്ചിട്ടും കാര്യമില്ല. അവിടെ ഇത് നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയും മൊറാനീശോ കുരിശാലും മാതാവിൻ പ്രാർത്ഥനയാലും. ഇത് ഇത്രയൊക്കെ അബദ്ധം വരാൻ കാരണം സുറിയാനിയിൽ നിന്ന് പരിഭാഷപ്പെടും അതിന്റെ താളവും ഈണവും അനുസരിച്ച് വരികൾ ചിട്ടപ്പെടുത്തിയത് വേറെ ആൾക്കാർ വേണം. അപ്പോ അവര് അതനുസരിച്ച് ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരും. ഇതില് ഏറ്റവും തമാശയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ സഭയിലെ വളരെ ഉന്നതനായ ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. മുടികൾ മുടഞ്ഞേട്ടാ തകിടം, തകിടം മറിഞ്ഞു ബലിപീഠത്തിരിപ്പുണ്ട്. എന്താന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ. ഒട്ടുമിക്ക ആളുകളും മനസ്സിലാവില്ല. കുടഞ്ഞിട്ട് ആ തകിടം എന്ന് വെച്ചാൽ തകിടം എന്നല്ല, തകിടും എന്നാണ്. സത്യത്തിൽ ആ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഇതാണ് എന്റെ അർത്ഥം. കിരീടങ്ങൾ, മുടി എന്ന് വെച്ചാൽ കിരീടം എന്നാണ് മലയാളത്തിൽ അർത്ഥം. ക്ലീലോ എന്ന് തന്നെയാണ് സുറിയാനിൽ കിരീടം. കിരീടങ്ങൾ, മുടികൾ മുടഞ്ഞെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുത്ത കിരീടങ്ങൾ ബലിപീഠത്തിൽ ഇരിക്കുന്നുണ്ട്. എങ്ങനെ ഇരിക്കുന്നത്? തകിട് ഒട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്ങി തിങ്ങി ഞെങ്ങി ഞെരിങ്ങി അത്രമാത്രം കുറെ അധികമുണ്ട്. തിങ്ങി ഞെരിങ്ങിയിരിക്കുന്നത് കുറെ ഉള്ളത് കൊണ്ട് മുട്ടി മുട്ടി ഞെങ്ങി ഞെരിങ്ങിയ വെച്ചേക്കുന്നത്. ജാം പാക്കഡ് എന്ന് പറയണ പോലെ.
അപ്പൊ അങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ തിങ്ങിയിരിക്കാത്ത അതിന്റെ കിരീടത്തിന്റെ തകിടുകൾ ഒട്ടിയിരിക്കും. ആർക്ക് വേണ്ടിയിട്ടാണത്? നിർമ്മലതയോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് വേണ്ടിയിട്ടാണ്. നിർമ്മലതയോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് വേണ്ടി അവർക്കത് കൊടുക്കപ്പെടും. അപ്പോ സുറിയാനിയിലുള്ള ആളത് തർജ്ജമ ചെയ്ത് വെച്ചു. എന്താണ്? മുടികൾ മുടഞ്ഞത് തകിടൊട്ടി ബലിപീഠത്തിലിരിപ്പുണ്ട്. പാട്ടുപാടത്ത് മുടികൾ മുടഞ്ഞത് തകിടൊട്ടി എന്ന് പറയുമ്പോ ഈണവും താളവും വരുത്തിയാക്ക് തകിടൊട്ടി എന്നുള്ള അത്ര പിടിച്ചില്ല. പുള്ളി അത് തിരിച്ചിട്ടു, ഒട്ടി തകിടുന്നാക്കി. ഒട്ടി തകിടുന്നാക്കിയപ്പോ ആൾക്കാർക്ക് അർത്ഥം പിടിക്കിട്ടില്ല. അവര് ഞൊട്ടിത്തകിടാക്കി. മുടികൾ മുടഞ്ഞൊട്ടിത്തകിടും. ഞൊട്ടിത്തകിട് എന്താണെന്ന് മനസ്സിലാവാത്ത ഞൊട്ടിത്തകിടമാക്കി. പക്ഷെ ഇതൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ ആ പാട്ടം പാടാം. മുടികൾ എന്ന് വെച്ചാൽ കിരീടാണ്. മുടികൾ മുടഞ്ഞവ ഇടതിങ്ങി ബലിപീഠത്തിലിരിപ്പുണ്ട്. അതുപോലെ മലരായി പരികർമ്മിപ്പോ രാജാര്യർക്കവ ചൂടിയിടും. മുടികൾ മുടഞ്ഞവ ഇടതിങ്ങി. തകിടൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഇടത്തിങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാലും സെൻസ് ഒന്ന് തന്നെയാണല്ലോ. സെൻസ് ഒന്ന് തന്നെയാണ്. അപ്പോ ആ പാട്ട് പാടുമ്പോൾ ഓർക്കുക. പിന്നെ പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം, മോനെ ഇതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്, ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അത് അതുപോലെ തന്നെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി പാടുമ്പോഴേ നമുക്ക് കുർബാനയിൽ ശ്രദ്ധിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. മനസ്സിലാക്കി പാടാം. അതുപോലെ വേറൊരു പാട്ടാണ്. ആദ്യം ആചാര്യത്വം കിട്ടിയത് ആർക്കാണ് ചോദിച്ചാൽ മിക്ക ആൾക്കാരും പറയും അഹ്റോനും മോശയ്ക്കും. കാര്യം നമ്മൾ പാട്ട് പാടുന്നു, ആദ്യാചാര്യത്വം കൈക്കോ ദഹ്റോൻ മോശയോടൊന്നേച്ച. സത്യത്തില് പാമ്പാക്കടയിലെ പ്രിന്റർ കാണിച്ചു വെച്ച ഒരു കയ്യബത്താണ് ആ പാട്ട്. സത്യത്തിൽ ആ സുറിയാനിയിലെ പാട്ട് എന്തായിരുന്നോ? ഹബിലാസ് എന്ന് വെച്ചാൽ സുറിയാനിയിൽ രണ്ട് അർത്ഥമുണ്ട്. സെൻസ് ഒന്ന് തന്നെയാണ്. ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തു വരിക, എസ് ഹബിലാസ്. എന്ന് വെച്ചാൽ ദെൻ, അപ്പോൾ കൊഹനൂസോ പൗരോഹിത്യം. പൗരോഹിത്യം ഹാൻഡ് ഓവർ ചെയ്തു വരുമ്പോൾ എന്നൊരു സെൻസിൽ പാടാൻ നമുക്ക്. അല്ലെങ്കിൽ പൗരോഹിത്യം നിലനിന്ന് വരുമ്പോൾ എന്നും പാടാം. രണ്ടും സെയിം തന്നെയാണ്. നിലനിൽക്കുന്നതേ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. പൗരോഹിത്യം നിലനിന്ന് വരുമ്പോൾ, പൗരോഹിത്യം കൈമാറപ്പെട്ടു വരുമ്പോൾ എന്ത് സംഭവിച്ചു? മോശയും അഹ്റോനും ഒരുപോലെ പൗരോഹിത്യം സ്വീകരിച്ചു. അപ്പൊ ആര് നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച വായനകൾ നമുക്കറിയാം, മാതാവിന് പൗരോഹിത്യം ഉണ്ടായിരുന്നു. സത്യമാണത്. മോശയ്ക്കും അഹ്റോനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാമിന്റെ കാലത്ത് മൽക്കീസദേക്ക് ബലിയർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പൗരോഹിത്യം ഉള്ളത് കൊണ്ടാണ് ഹാബേലിനെ ബലിയർപ്പിക്കാൻ സാധിച്ചത്. ആദാമിലൊന്നുമല്ല, അല്ല മോശയിലും അഹ്റോനിലും ഒന്നുമല്ല പൗരോഹിത്യം തുടങ്ങിയത്. പൗരോഹിത്യം അതിനൊക്കെ ഒത്തിരി മുമ്പ് തുടങ്ങിയതാണ്. അപ്പോ അർത്ഥം എങ്ങനെയാണ്? പൗരോഹിത്യം കൈമാറി വരുമ്പോ, അല്ലെങ്കിൽ പൗരോഹിത്യം നിലനിന്ന് വരുമ്പോൾ. അപ്പൊ ആ പൗരോഹിത്യം ഏത് പൗരോഹിത്യ? ആദ്യം മുതൽ ആദാമിന്റെ കാലം മുതലുള്ള പൗരോഹിത്യം. അതാണ് അത് എഴുതി ഉദ്ദേശിച്ചത്, ആദാമിന്റെ കാലം മുതലുള്ള പൗരോഹിത്യം. അത് കവിത എഴുതാനുള്ള രീതിക്ക് ആദ്യം എന്താ പറയാ, പൗരോഹിത്യം കൈമാറി വരുമ്പോൾ എന്നൊക്കെ എഴുതിയത്രേ പാട്ട് പരിഭാഷപ്പെടുത്തിയ ആള് കൃത്യമായിട്ട് അത് എഴുതി, ആദ്യം മുതലുള്ള പൗരോഹിത്യം.
ആദി ആചാര്യത്വം കൈക്കോ ദഹറോൻ മൂശയോടൊന്നീച്ചം. ഇത് ആദി ആചാര്യത്വം കൈക്കൊണ്ടു. അഹ്റോനും മൂശയും ഒരുപോലെ എന്താ വേണ്ട ശരിക്കും? ആദിയാചാര്യത്വം. പക്ഷേ ഈ പാമ്പാക്കട പ്രിന്റർ ഉണ്ട്, കമ്പോസിറ്റർ. അവനിത് ഓരോ അക്ഷരം പെറുക്കി കമ്പോസ് ചെയ്യാണ്. അപ്പോ അവൻ സ്ഥിരമായിട്ടും കമ്പോസ് ചെയ്യുന്നത് ഈ പ്രാർത്ഥനകളാണ്, അവൻ ചൊല്ലുന്നത് ഈ പ്രാർത്ഥനകളാണ്. പള്ളിയിൽ ചൊല്ലിപ്പോ എഴുതിയ അച്ഛൻ ചൊല്ലിപ്പോ ചൊല്ലി ആദിയാചാര്യത്വം. കുറച്ച് കഴിഞ്ഞപ്പോ ആദിയാചാര്യത്വം എന്തായി പോയി? ആദ്യാചാര്യത്വം കൈക്കോ. ആദ്യാചാര്യത്വം ആദ്യാചാര്യത്വം. അങ്ങനെ മോശയും അഹ്റോനും ആദ്യത്തെ പുരോഹിതന്മാരായി. അനേകം നൂറ്റാണ്ടുകളുടെ പൗരോഹിത്യം ഒറ്റ അക്ഷരത്തെറ്റിലൂടെ പാമ്പാക്കുടത്ത് കമ്പോസിറ്റർ വെട്ടിക്കളഞ്ഞു. ജനമൊക്കെ പിന്നെ അത് പിടിച്ചു. അപ്പൊ അവിടെ ഞാൻ തിരുത്തലൊന്നും വരുത്തുന്നില്ല, അർത്ഥം ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. നിങ്ങളത് മക്കളോട് പറഞ്ഞു നോക്കണം. ആദ്യത്തെ ആചാര്യത്വം മോശയ്ക്ക് അഹ്റോനും അല്ല കിട്ടിയത്. ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോ അത് കൃത്യമായിട്ട് ചെല്ലും. ആദിയാചാര്യത്വം കൈക്കോ. അവിടുത്തെ അച്ഛൻ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. സിംഗപ്പൂരിലെ അച്ഛനും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആദി ആചാര്യത്വം എന്ന് ചൊല്ലണം, ആദ്യാചാര്യത്വം എന്ന് ചെല്ലരുത്. ജനം തെറ്റിപ്പോകും. ജനത്തിന് അത് പള്ളിയിലൊന്ന് പറഞ്ഞു കൊടുക്കുക. എത്ര പേര് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും അറിയേണ്ടത് ആവശ്യമാണ്. ആദ്യാചാര്യത്വം കൈക്കോ. അടുത്ത ഒരു ഗീതം നമുക്ക് നോക്കാം. അഗ്നിമയന്മാരുടെ ഗീതത്തിലുള്ള ഒരു ഗീതാണത്. പട്ടുധരിച്ചവനൊപ്പം നിന്നിക വേണ്ടുന്നോർക്കായി പട്ടക്കാരൻ മാണിക്യങ്ങളിതറിയിടുന്നു. കുഴപ്പമുണ്ട്. നീ അതിനേക്കാളും കുഴപ്പം ചിലപ്പോ ആൾക്കാർ പാടി കേൾപ്പിക്കാറുണ്ട്. ഒരു പള്ളിയിൽ ചെന്നപ്പോ അവിടുത്തെ കപ്പ്യാര് നന്നായിട്ട് പറയണം, പട്ടുധരിച്ചവൻ അപ്പം തിന്നിക വേണ്ടുന്നോർക്കായി. ഞാൻ ചോദിച്ചു, എന്തെന്നാ മോനെ പറഞ്ഞത്? അപ്പം തിന്നു. പിന്നെ അച്ഛനല്ലേ അപ്പം തിന്നു, നമ്മളാരും തിന്നാറില്ലല്ലോ. അപ്പം തിന്നുക വേണ്ടുന്നോർക്കായി. എന്ത് ചെയ്യാനാന്ന് പറയുന്നത്? ഓരോ പള്ളിയിലും ഈ നമ്മളെ ചെല്ലുമ്പോ ശ്രദ്ധിച്ചിട്ടില്ല, കേൾക്കുന്നവര് പകുതി കേൾക്കും. അങ്ങനെ പല അബദ്ധം ഉണ്ടാവും. എന്റെ അമ്മച്ചിയുടെ ആങ്ങളാ വളരെ കുഞ്ഞടുക്ക, ചാച്ചൻ മരിച്ചു വിട്ടിട്ട് ഒരു 2 മാസം ആകുന്നു. നാം എല്ലാവരും അടക്കത്തോടും നിന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന ചാച്ചൻ കൊച്ചാ സൺഡേ സ്കൂളിൽ ഒന്നിലുള്ള വിളിക്കും. ഒരു ദിവസം വന്നിട്ട് എന്റെ അമ്മച്ചി ചോദിച്ചു, വലിയ ഞങ്ങളെ ഈ പള്ളിയിൽ എന്നാ വടക്കോട്ടോടും എന്ന് പറയുന്നത്? അടക്കത്തോടും എന്ന് പറഞ്ഞത് ചാച്ചൻ കേട്ടത് വടക്കോട്ടോടും എന്നാണ്. ഈ പല കപ്പ്യാരന്മാർക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് പോയാൽ മതി എന്നുള്ളത് ഒരാഗ്രഹമാണ്. ഇത് നമുക്ക് മാത്രമല്ല, കത്തോലിക്കർക്കും ഇങ്ങനെയാണ്. ഒരിക്കൽ മനുഷ്യൻ കത്തോലിക്കന്റെ വീട്ടില് ഹൈറേഞ്ചിൽ ജോലിക്ക് പോയിട്ട് അപ്പൊ അവന് താമസം വീട്ടിൽ തന്നെ കൊടുത്തു. അവന് ഹിന്ദു ആണ്, അയാള് കത്തോലിക്കനാണ്. അപ്പൊ അവരെ പ്രാർത്ഥിക്കും. പുള്ളി തിരിച്ചു വന്നിട്ട് പുള്ള നാട്ടിലൊരു കൂട്ട് അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ, സംശയം, ഒരു പേടി. അവര് വല്ലതും വിചാരിച്ചല്ലോ. നാട്ടിലെ കുട്ടിയുടെ ഈ നിങ്ങൾ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാൻ നേരത്ത് കുറുക്കനെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നത് ചോദിച്ചില്ല. ഈ കുറുക്കനെ അനുഗ്രഹിക്കുന്നതിന് ഹൈറേഞ്ചാണ്. ഈ കുറുക്കന്റെ സൂര്യക്കേട്ട് ഭയങ്കര ശല്യമുള്ള സ്ഥലമാണ്. ചോദിച്ചു, കുറുക്കനെ അനുഗ്രഹിക്കണം എന്താ? അപ്പൊ എവിടെയെന്ന് കേട്ടത്? എങ്ങനെ കുറുക്കനെ അനുഗ്രഹിക്കണേ. ആലോചിച്ചപ്പോഴാണ് പുള്ളിക്ക് അവസാനം വിട്ടത്. ഈ വീട്ടുകാര് കത്തോലിക്കരാരും ആ കൂട്ടത്തിൽ ഇല്ലാന്ന് വിചാരിക്കണം. ശരിയല്ല, സദാ പ്രാർത്ഥിക്കുമ്പോ കാണിക്കുന്നവരാണ് അവര്.
ശരിയല്ല സദാ, ഇച്ചിരി സ്പീഡിലൊക്കെ ചെല്ലും, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമവര്, കുറ്റം പറഞ്ഞു. സത്യത്തിൽ അവര് ചെല്ലിയത് പൊറുക്കണേ അനുഗ്രഹിക്കണേ, പൊറുക്കണേ അനുഗ്രഹിക്കണതാണ് ചെല്ലിയത്. ഹിന്ദുവായ മനുഷ്യൻ, അറിവില്ലാത്ത മനുഷ്യൻ, അവരുടെ പ്രാർത്ഥന ഇച്ചിരി അച്ഛനാക്കുക, കുറുക്കനെ അനുഗ്രഹിക്കണം. പുള്ളി കാണുന്നത് കുറുക്കനെയാണല്ലോ, കുറുക്കനെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ പട്ടുധരിച്ചവൻ അപ്പം തിന്നല ഒപ്പം നിന്നിക. പട്ടുധരിച്ചവൻ ആരാണ്? പട്ടുധരിച്ചവൻ അഹ്റോനാണ്. മോശയുടെ വേദോസ്തത്തിൽ അവിടെ പറയുന്നുണ്ട്, അഹ്റോന്റെ ഉടുപ്പൊക്കെ ധരിക്കണം നീല നൂല്, ചുവപ്പ് നൂല്, ധൂമ്ര നൂല്. ധൂമ്രം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് വയലറ്റ് ആണത്. ധൂമ്ര നൂല് ഇതൊക്കെ ചേർത്ത് ഡ്രസ്സ് പട്ടുകുപ്പായം ധരിപ്പിക്കണം. കാരണം ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്യുന്നത് പൗരോഹിത്യ ശുശ്രൂഷ. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായതേ പുരോഹിതന് കൊടുക്കാമോളൂ. ഏറ്റവും ശ്രേഷ്ഠമായത്. അന്ന് കിട്ടാവുന്നതിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിറങ്ങളാണ് വയലറ്റ്, റെഡ്, ബ്ലൂ ഒക്കെ. ഏറ്റവും ശ്രേഷ്ഠമായതാണ് പട്ടുവസ്ത്രം. അങ്ങനെ അഹ്റോനെ പട്ടുവസ്ത്രം ധരിപ്പിച്ചു. അപ്പോ പട്ടു ധരിച്ചവൻ എന്ന് പറഞ്ഞാൽ അഹ്റോൻ. പാട്ടെന്താ? പട്ടു ധരിച്ചവനോപ്പം നിന്നിഹ വേണ്ടുന്നോർക്കായി പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ? ഈ അച്ഛൻ കുർബാന ചൊല്ലാൻ നേരത്ത് അച്ഛന്റെ ഒപ്പം അഹ്റോനും അവിടെ നിൽക്കുന്നുണ്ടെന്നാണോ? അങ്ങനെ സെൻസൊന്നുമില്ല. ഒപ്പം എന്നുള്ളതിന് അർത്ഥം ഉദ്ദേശം ഈക്വൽ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. അഹ്റോന്റെ അതേ സ്ഥാനത്ത്, ഈക്വൽ സ്റ്റാറ്റസില് അഹ്റോൻ എങ്ങനെ ബലിയർപ്പിച്ചുവോ, ഏത് അധികാരത്തോടുകൂടി ബലിയർപ്പിച്ചുവോ, അതേ അധികാരത്തോടുകൂടെ പുരോഹിതൻ ഇവിടെ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുന്നു. സുറിയാനിയിൽ പക്ഷേ ഈ ഇങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പ്രയോഗമില്ല. സത്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, സ്ട്രെയിറ്റ് ആയിട്ടാണ് അവിടെ അറിയാമോ? പട്ടുധരിച്ചൊരു പുരുഷനു പകരം നിന്നാചാര്യൻ വേണ്ടുന്നോർക്കായി മാണിക്യങ്ങളെ വിതറിയിടുന്നു. അഹ്റോൻ അവിടെ ഇല്ല. അഹ്റോന് പകരം അതേ സ്ഥാനത്ത്, അതേ അധികാരത്തോടെ, അതേ ശുശ്രൂഷ പ്രവർത്തിക്കുന്നു. എന്താണ് ആ ശുശ്രൂഷ? വേണ്ടുന്ന ആളുകൾക്ക് മാണിക്യം. മാണിക്യം എന്നുള്ള സുറിയാനിലൊന്നുമില്ല. ഏറ്റവും മോസ്റ്റ് പ്രഷ്യസ് എന്നുള്ള ഒരു സാധനം, മോസ്റ്റ് പ്രഷ്യസ് ആയ സാധനം. അത്തക്കാരൻ വേണ്ടുന്നവർക്ക് ഏറ്റവും വലിയ കർത്താവിന്റെ തിരുശരീര രക്തങ്ങള് ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. തെറ്റ്, അത് തനി തെറ്റാണ്. ആ പരിഭാഷ വളരെ തെറ്റായ ഒരു പരിഭാഷയാണ്.
കെട്ടപ്പെട്ടവനാമെന്നുള്ളൊരു പട്ടക്കാര വന്നിടുക സമാധാനത്താലേ ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ജമാഅത്തിനായിട്ട് ഈ അർത്ഥമൊക്കെ പഠിച്ചതിന് ശേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരുത്തനോട് ചോദിച്ചു, അവൻ ശുശ്രൂഷിക്കുന്ന പയ്യനാണ്, കെട്ടപ്പെട്ടവനാമെന്നുള്ളൊരു പട്ടക്കാര, മോനെ പട്ടക്കാരനെ കെട്ടിയതാര? അവൻ ശുശ്രൂഷിക്കുന്ന പയ്യന, അവൻ കുറച്ച് കപ്പ്യാര്. അവൻ നോക്കിയപ്പോ അച്ഛന് ഉടുപ്പൊക്കെ എടുത്ത് ബെൽറ്റൊക്കെ കെട്ടിക്കൊടുക്കുന്നത്, കാപ്പയുടെ ഒപ്പം ബെൽറ്റൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കപ്പ്യാരാണല്ലോ. നമ്മുടെ കപ്പ്യാരാച്ചെന്ന് പറഞ്ഞു, ചെന്നു കപ്പ്യാര്. പക്ഷെ ആരാ പട്ടക്കാരനെ കെട്ടിയത്? അങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ പാരമ്പര്യത്തിലോ വേദപുസ്തകത്തിലോ പറയുന്നുണ്ടോ? കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ കവി എഴുതിയതൊന്ന്, അത് പരിഭാഷകൻ പരിഭാഷപ്പെടുത്തി, പാട്ടുകാരൻ പാട്ടാക്കിയപ്പോ അത് മഹാ ആപത്താക്കി. കെട്ടിയവനെ കെട്ടപ്പെട്ടവനാക്കി. കർത്താവ് കെട്ടി, അല്ല അച്ഛൻ കെട്ടി, ഇപ്പൊ അച്ഛനെ കെട്ടിയിട്ടുണ്ടായി. എന്തൊരു വിപരീതാർത്ഥ വന്നേക്കണത്. ഇത് പഴയ പുസ്തകത്തിലെ കാര്യമാണ് ഇപ്പോ പറഞ്ഞത്. പുതിയ പുസ്തകങ്ങളിൽ കുറെ കാലമായിട്ട് മാറ്റി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പുതിയ പരിഭാഷ ഞാൻ നിങ്ങൾക്ക് പറയാം. ഭൂമിയതിങ്കൽ തന്നാലൊരുവൻ ബന്ധിതനായാൽ അമനുജൻ വിണ്ണുലകം തന്നിൽ കർത്താവാലും ബന്ധിച്ചവനാമെന്നുള്ളൊരു നൽ പട്ടക്കാര. മനസ്സിലായോ? ബന്ധിച്ചവനാമെന്നുള്ളൊരു നൽ പട്ടക്കാര. പട്ടക്കാരൻ ബന്ധിച്ചവനായി. ഭൂമിയതിങ്കൽ തന്നാലൊരുവൻ മോചിതനായാൽ അമനുജൻ വിണ്ണുലകം തന്നിൽ കർത്താവാലും മോചിച്ചവനാമെന്നുള്ളൊരു നൽ പട്ടക്കാര. ശ്രദ്ധിക്കുക, മോചിച്ചവന എന്നുള്ളൊരു നൽ പട്ടക്കാര. പട്ടക്കാരൻ മോചിച്ചവനായി, പട്ടക്കാരൻ ബന്ധിക്കുന്നവനായി, പട്ടക്കാരൻ മോചിക്കുന്നവനായി. അത് പള്ളിയിൽ മാറ്റിപ്പാടണം. ആരും പേടിക്കേണ്ട കാര്യമില്ല. പുതിയ പുസ്തകങ്ങളിൽ അങ്ങനെയാണ്. അച്ഛനത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പഴയ രീതിയിലാ പാടുന്നത് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അച്ഛനോടൊന്ന് പറയണം. പുതിയ പുസ്തകം ഉണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. പുതിയ പുസ്തകങ്ങളുണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. കാരണം തല തിരിഞ്ഞ അർത്ഥമായി പോയി. താളോ ഈണോ വരികൾ ചിട്ടപ്പെടുത്തിയപ്പോ. ഇനി അതുപോലെ ആളുകൾക്ക് അർത്ഥം വ്യക്തമാകാത്തവരുണ്ട്. പ്രസന്നയൻ സമയമിതല്ലോ മോർഗീവറുകീ പതിവിൻപാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. കൂട്ടത്തല. ഞാൻ ഒരാളോട് ഒരു ദിവസം ചോദിച്ചു, കൊച്ചായിരിക്കുന്ന സ്കൂളിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ആ കാലത്ത് ചോദ്യം ചോദിക്കാൻ എന്റെ പ്രധാനപ്പെട്ട പണിയായിരുന്നു. വേണ്ട ചോദ്യം, വേണ്ടാത്ത ചോദ്യം, എന്ത് ചോദിച്ചു? ഈ കൂട്ടത്തലാന്ന് വെച്ചാൽ കൂട്ടത്തലയാ. അപ്പോ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ പുള്ളി ആലോചിച്ച് പറഞ്ഞു, അത് മത്ബഹായിൽ നിന്ന് നോക്കാൻ നേരത്തെ ആൾക്കാരൊക്കെ കൂട്ടം കൂടിയല്ലേ നിൽക്കണം. അപ്പൊ എല്ലാവരുടെയും തല ഒരു കൂട്ടായിട്ടല്ലേ കാണുക. അപ്പൊ കൂട്ടത്തല, തല ഒരുമിച്ച് കൂട്ടുക. ഈ നിഷ്കളങ്കരായ മനുഷ്യര് പലപ്പോഴും
അതിന്റെ അർത്ഥം തല എന്നാൽ ഹെഡ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും റീഷ് എന്ന് സുറിയാനി പറഞ്ഞാലും തല എന്നും തലവൻ എന്നും അർത്ഥമുണ്ട്. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹെഡ് ഓഫ് ദി ഗ്രൂപ്പ്, ഹെഡ് ഓഫ് ദി ടീം, ഈ അർത്ഥമൊക്കെ. കൂട്ടത്തല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുറിയാനിലെ തല തന്നെയാണ്, പക്ഷെ മലയാളത്തിൽ തലവൻ എന്ന് പറഞ്ഞു. പക്ഷെ തലവൻ എന്ന് പറയുമ്പോൾ താളം തെറ്റും. കൂട്ടത്തിന്റെ തലവൻ, ഹെഡ് ഓഫ് ദ ഗ്രൂപ്പ് എന്നാണ്. ഹെഡ്, ഗ്രൂപ്പ്, ടീം, ഇതൊക്കെ അർത്ഥം. അപ്പൊ നമ്മൾ ചൊല്ലുന്നത് ഇതാണ്, എന്താണ്? മോർ ഗീവർഗീ സഹദ, ഇത് പ്രാർത്ഥനയുടെ സമയം ആണല്ലോ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഞങ്ങളൊക്കെ പാപികളാണ്, കുറവുള്ളവരാണ്, ബലഹീനരാണ്. ഞങ്ങള് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കുറവുള്ളവരാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഞങ്ങളുടെ തലവനായി നിന്നുകൊണ്ട് പ്രാർത്ഥന ലീഡ് ചെയ്യാണ്. യു ലീഡർ, കൂട്ടത്തിന്റെ യു ലീഡർ ഇൻ പ്രൈസ്. ഞങ്ങളുടെ കൂട്ടത്തിന്റെ തലവൻ. ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്നൊന്നും അർത്ഥമൊന്നുമില്ല അതിന്. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഞങ്ങളുടെ കൂട്ടത്തിന്റെ തലവനായി നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. അതാണ് പതിവ് പോലെ. നിന്റെ രീതി അതാണ്, നീ എപ്പോഴും ചെയ്യുന്നതാണ്. അതൊക്കെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. എങ്കിലും ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, പതിവ് പോലെ എപ്പോഴും ചെയ്യുന്നത് പോലെ ലീഡേഴ്സ് ഇൻ അവർ പ്രേയേഴ്സ്. അത് മംഗ്ലീഷുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ ലീഡേഴ്സിന്റെ പ്രേയേഴ്സ് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. കൂട്ടത്തല പറഞ്ഞാൽ അവരുടെ തലയിൽ എവിടെ കയറാനാണ്? പ്രാർത്ഥനയിൻ സമയമീതല്ലോ മോർഗീ പതിവിൻപാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക. ഞങ്ങളുടെ ടീമിന്റെ, ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ തലവനായി നിന്നിട്ട് ഞങ്ങൾ കൂടെ ഇനി വളരെ കുറച്ച് ആളുകൾ തെറ്റിക്കാറുള്ള ഒരു കാര്യമുണ്ട്. എല്ലാവരും ഒന്നുമില്ല, വളരെ കുറച്ച് ആളുകൾ തെറ്റിക്കാറുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരും തെറ്റിക്കാൻ സാധ്യതയില്ല. കാര്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. എന്നാൽ നിങ്ങളുടെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ചെല്ലുന്നത്. എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീതാം ഞാൻ. ഒരിക്കലൊരു പള്ളിയിൽ ഒരു തമാശ ഉണ്ടായി. ഒരു കപ്പ്യാരുണ്ട്. ഈ പാട്ടിന്റെ അർത്ഥം ഇങ്ങനെ പാട്ട് ഇങ്ങനെയാണ്: എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവോൻ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ, ചെയ്യുവാനല്ല ചെയ്യുവോൻ, ചെയ്യുന്നവൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. വിടാ എന്ന് ദീർഘം പറഞ്ഞാൽ വിടില്ല, പോകാ എന്ന് പറഞ്ഞാൽ പോകില്ല, വരാ എന്ന് പറഞ്ഞാൽ വരില്ല. പക്ഷെ ഇത് മലയാളം അറിയാവുന്ന മലയാളം അധ്യാപകർക്ക് പോലും ആ അർത്ഥം അറിയില്ല. മലയാള അധ്യാപകരുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ഒരിക്കൽ ലിംഗ്വിസ്റ്റിക്സിലെ MA എടുത്ത ഒരു കൊച്ചിന് സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് ലിംഗ്വിസ്റ്റിക്സിലെ MA മലയാളം എടുത്തൊരു കൊച്ചിന്, കൊച്ച് MA കഴിയാത്ത കൊച്ചല്ലല്ലോ, അദ്ദേഹം ഇത് കോളേജിൽ പഠിപ്പിക്കാൻ എലിജിബിൾ ആണ്. അദ്ദേഹത്തിന് സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് പ്രെഡിക്കറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ 1/2 മണിക്കൂർ വേണ്ടി. അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നിലവാരം, വിദ്യാഭ്യാസ നിലവാരം. ഓരോ കൊല്ലം കൊള്ളാക്കട്ടോ. ഒരു ദിവസം ഒരു കോളേജില് പള്ളിയില് ഒരു അച്ഛൻ, ചെറുപ്പക്കാരനച്ഛൻ വന്നു. ചെറുപ്പക്കാരനച്ഛൻ മലയാളം അധ്യാപകനാണെന്ന് മറക്കണ്ട, മലയാളം അധ്യാപകനാണ്. പിന്നീട് അദ്ദേഹം അതിനേക്കാളും വലിയ അധ്യാപക സ്ഥാനവും കഴിഞ്ഞ TTC ഇത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പൽ വരികയായി അദ്ദേഹം.
ടീച്ചേഴ്സ് ട്രെയിനിങ് കൊണ്ട് പ്രിൻസിപ്പൽ ഇവരായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹം ഒരിക്കൽ ഈ വിട എന്നുള്ളതിന്റെ അർത്ഥം ആ പാവത്തിന് അറിയില്ല. പുള്ളിക്ക് മനസ്സിലായി വിടാന്ന് പറഞ്ഞാൽ പാതാളത്തിൽ പോയി വിടാന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. പുള്ളി ചെമത്തേജ് ഇങ്ങനെ പറയും, എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ സമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടില്ല ഞാൻ എന്ന് ചെല്ലുമ്പോ കപ്പ്യാർക്ക് തീരെ സഹിച്ചില്ല. കപ്പ്യാർ അവിടുത്തെ പഴയ മൽപ്പാനത്തിന്റെ ശിഷ്യയാണ്. കപ്പ്യാർ വിടാം ഞാൻ, അച്ഛൻ പറഞ്ഞു വിടില്ല ഞാൻ. കപ്പ്യാർ പറഞ്ഞു വിടാൻ ഞാൻ. കപ്പ്യാരും അച്ഛനോട് സെമിത്തേരി കിടന്ന് വിടാന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. ജനം പറഞ്ഞു എന്നെങ്കിലും കാണിക്കും തീർത്ഥം പോറ്റെന്ന് പറഞ്ഞു. വിട്ടാനുമല്ല വിട്ടില്ല, തീർത്ത് പോകും. കപ്പ്യാർ പറഞ്ഞു എന്നെ ഇന്നേറ്റം വിളിച്ചാണ് മൽപ്പനേറ്റം വിളിച്ചാണ് വിടാം ഞാൻ വിളിച്ചത്. അച്ഛൻ പറഞ്ഞു പാതാളത്തിൽ എവിടെ ഞാൻ രക്തം കിട്ടുന്നത്, വിടില്ല ഞാൻ. വിടാ എന്ന് വെച്ചാൽ വിടില്ല എന്ന് തന്നെയാണ് അർത്ഥം. വിടില്ല എന്ന് തന്നെയാണ് അർത്ഥം. എന്റെ കർത്താവ്, ഈ സ്കൂൾ അധ്യാപകരെ പറ്റിയൊക്കെ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. അവരൊന്നും പഠിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തവരോ ആഗ്രഹമില്ലാത്തവരോ അല്ല. പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ നിയമ സംവിധാനം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും മോശം എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുട്ടി ഒരു അസൈൻമെന്റ് ചെയ്തില്ലെങ്കിൽ കുട്ടിക്കൊരു കുറ്റമില്ല, അധ്യാപകനാ കുറ്റം. കുട്ടി ക്ലാസ്സിൽ പ്രസന്റ് ആയില്ലെങ്കിൽ അധ്യാപകൻ ഉത്തരം പറഞ്ഞാൽ മതി. കുട്ടിയോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. കുട്ടിയോട് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാൻ പാടില്ല, ഒരു നടപടി എടുക്കാൻ പാടില്ല. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്യുന്നറിയാമോ? കുട്ടി ഒരു അസൈൻമെന്റ് ചെയ്തില്ല, കഴിഞ്ഞ വർഷം ചെയ്ത നല്ല അസൈൻമെന്റ് അധ്യാപകരെ മാർക്ക് ചെയ്തിരിക്കും. എന്നിട്ട് അതിന്റെ ഫ്രണ്ട് പേജ് മാറ്റി പേര് മാറ്റി എഴുതി ആ കുട്ടിയുടെ സ്ഥാനത്തേക്ക് എഴുതില്ല. സാറിനാ ചെയ്യണത്. 3ലെയും 4ലെയും പിള്ളേർ ചോദിക്കും സാർ ഞങ്ങൾ എന്നാ ചെയ്യും. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ ഇവിടെ തൊട്ടടുത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. 4 പിള്ളേരുള്ളൂ അവിടെ ആ ക്ലാസ്സിൽ ആപ്പാടെ. അവൻ ചെറുപ്പമാണ്, ചെന്നുള്ളൂ. അതിന്റെ പിള്ളേരെ പിടിച്ച് അടിക്കും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എന്നെ അടിച്ച് സാറിനെ പോലീസ് പിടിക്കുന്നു, എന്നെ അടിക്കാൻ നോക്കണ്ട. 3ലും 4ലും ഇത് പറഞ്ഞ പിള്ളേര് കോളേജ് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഒരക്ഷരം ഒന്നും പഠിക്കുന്നില്ല. അതിന്റെ സന്തതിയാണ് MA മലയാളം എടുത്തേക്ക് സബ്ജക്ട് വേർബ് ഓബ്ജക്റ്റ്. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു, പിന്നെ കർത്താവ് കർമ്മം ക്രിയാന്ന് മലയാളത്തിൽ പറഞ്ഞു, രാമൻ പാമ്പിനെ കൊന്നു പിന്നെ 3ാം ക്ലാസ്സിലെ ഞാൻ പഠിച്ച ഗ്രാമർ പറഞ്ഞു. ഇതൊക്കെ ഇപ്പൊ ഏതാണ്ട് മനസ്സിലായ അച്ഛൻ പറഞ്ഞു. അയ്യോ ഭീകരമാണ് ഇവിടെ. റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, സത്യസന്ധത എന്നുള്ളത് നമ്മുടെ സ്കൂളുകളിൽ ഇല്ലാണ്ടായി. 10th പരീക്ഷയ്ക്കൊക്കെ ടീച്ചേഴ്സ് ഇഷ്ടംപോലെ പറഞ്ഞു, ഇഷ്ടംപോലെ കുറിപ്പിടിച്ചോളം പറഞ്ഞു. കാരണം പിള്ളേരെല്ലാവരും പാസ്സായാലാണ് അടുത്ത വർഷം അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. അടുത്ത വർഷം അഡ്മിഷൻ ടീച്ചർ പോണ്ടി വരും. ഞാനവരെ കുറ്റം പറയില്ല. കാരണം പിള്ളേരെ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ, സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ ഗവൺമെന്റ് സമ്മതിക്കില്ല. അസൈൻമെന്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ കുറ്റം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അകന്ന ബന്ധത്തെ പറ്റ ടീച്ചർ 10th ക്ലാസ് ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞു 10th 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയില്ലാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. 10th +2 മലയാളത്തിൽ സ്വന്തം പേര് എഴുതാൻ അറിയില്ലാത്ത കുട്ടികളും. നമ്മുടെ സിസ്റ്റം പോയ പോക്ക്. ഒരുപക്ഷെ പണ്ട് ഇവിടെ പഠിച്ചിട്ട് പോയി നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും, കർത്താവേ ഇത് എന്ത് കാലമാണ്, ഇതിപ്പോ ഇങ്ങനത്തെ ഒരു കാലമാണ്. പോട്ടെ. അപ്പോ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക, അവിടെ പാടേണ്ടത് എങ്ങനെയാണ്? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ പാതാളത്തിൽ പോകാനായിട്ട് ഞാൻ വിടില്ല. അവൻ എന്നേക്കും ജീവിക്കേണ്ടതിന് അവിടെ എത്തിയിട്ട് ഞാൻ മരിച്ചു. ഇതാണ് അവിടുത്തെ അർത്ഥം. എന്റെ ശരീരം ഭക്ഷിച്ചെൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി ഞാൻ വിടാം. ചെല്ലരുത് ഒരിക്കലും. ഇനി ഇപ്പൊ തന്നെ നിർത്തുകയാണോ? ഒരു ചെറിയ ഡിസ്കഷൻ സമയം. നിങ്ങളൊക്കെ സമയം കുറെ ലേറ്റായി കാണും എന്ന് എനിക്ക്
നീ നയവാൻ വന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ. വളരും അവൻ ലെബനോൻ കാരകിൽ പോൽ. ഒരൊറ്റ സെക്കൻഡ് നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഒരു സെക്കൻഡ്. നമുക്ക് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച നമുക്ക് ഷിബുവച്ചന്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ ശനിയാഴ്ച നമുക്ക് മാളിയക്കലച്ചന്റെ ക്ലാസിന്റെ 2ാം ഭാഗം ഉണ്ടാവും. മരണാനന്തര ജീവിതവും പിന്നെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയും, ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആൻഡ് ഇന്റർസെഷണൽ പ്രെയർ. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് നമുക്കൊന്ന് പരമാവധി ലോഗിൻ ആവുക. ഇന്ന് ഈ 2 ക്ലാസ്സും ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നയവാൻപന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ. വളരും അവൻ ലെബനോൻ കാരകിൽ പോൽ. നയവാൻ എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം നല്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിപ്ലോമാറ്റ് എന്നാണ്. ഡിപ്ലോമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ മിടുക്കനായിരിക്കും. ഡിപ്ലോമാറ്റ് അല്ല, ഡിപ്ലോമസി നമുക്കറിയാവുന്ന വാക്കാണ്. ഡിപ്ലോമാറ്റ് വലിയ നല്ല ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആവശ്യമാണ്. പക്ഷെ ദൈവത്തിന് ഡിപ്ലോമസി അത്ര ഇഷ്ടമാണോ എന്നറിയില്ല. കാരണം ഡിപ്ലോമസിയും ജസ്റ്റിസും ചേർന്ന് പോകണമെന്നില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 2ൽ സോൾവ് ചെയ്യാം. ഒരുത്തനെ പിടിച്ച് ഇടിക്കുകയാണ്, 2ൽ സോൾവ് ചെയ്യാം. ഒന്നുകിൽ ഇടി കൊണ്ടുകൊണ്ട് പറയാം ഇതൊരു ഇഷ്യൂ ആക്കണ്ട, പോട്ടെ, സാരമില്ല, അവനെ ഉപദ്രവിച്ചു, അവന്റെ സാധനമൊക്കെ നശിപ്പിച്ചു കളഞ്ഞു, അവന്റെ ഉടുപ്പൊക്കെ കീറി, നീ ആരോടും പറയണ്ട, കുഴപ്പമൊന്നുമില്ല, സാരമില്ല, പോട്ടെ. അത് ഡിപ്ലോമാറ്റിക് ആയത്. അല്ലെങ്കിൽ അവനോട് പറയാൻ പോലെ നീ അവനെ ഉപദ്രവിച്ചു, അത്രയും നഷ്ടം വന്നു, അവന്റെ ഉടുപ്പൊക്കെ കീറി, അവന്റെ എല്ലാവരുടെ സാധനമൊക്കെ നഷ്ടപ്പെട്ടു പോയി, നീ അതാ നീതിയായിട്ട് നീ അവന് മേടിച്ചു കൊടുക്കണം. അവൻ കുഴപ്പമൊന്നും കാണിച്ചില്ല, നീ തെറ്റിദ്ധാരണ ചെയ്തതാണ്, നീ തിരിച്ചു കൊടുക്കണം. ഇച്ചിരി പ്രയാസം പറയാം. എളുപ്പമുള്ള പണി ആദ്യത്തെയാണ്, പോട്ടെ, സാരമില്ല എന്ന് പറയാം. അതൊരു ഡിപ്ലോമാറ്റിക് വഴിയാണ്. പക്ഷെ നീതിമാന്റെ വഴി അതല്ല. തെറ്റ് നീ തിരുത്തണം എന്ന് തന്നെ പറയുന്നതാണ്. തെറ്റ് ചെയ്യാത്തവനും തെറ്റ് തിരുത്തുന്നവനും തെറ്റ് തിരുത്താമെന്ന് പറയുന്നവനുമാണ് നീതിമാൻ. അവൻ തെറ്റ് ചെയ്യില്ല, തെറ്റ് തിരുത്തും. അവൻ തെറ്റ് തിരുത്തുന്നവനാണ്. അപ്പോ കർത്താവ് പന പോലെ വളരും തളിർക്കും എന്ന് കർത്താവ് പറഞ്ഞത് ആരെ കുറിച്ചായിരിക്കണം? പന പോലെ തളിർക്കുമെന്ന് കർത്താവ് പറഞ്ഞത് ആരെ കുറിച്ചായിരിക്കണം? അത് ഉറപ്പായിട്ടും നീതിമാന്മാരെ കുറിച്ചായിരിക്കണം. നീതിമാൻ പന പോലെ തളിർക്കുമെന്നായിരിക്കണം പറഞ്ഞത്. നീതിമാൻ പന പോലെ തളിർക്കും. അപ്പൊ അവിടെ പഴയ ട്രാൻസ്ലേഷൻസിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്: നീതിജ്ഞൻ പന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ. വളരും അവൻ ലെബനോൻ കാരകിൽ പോൽ. പവർ ബാങ്ക് ചിലപ്പോ ചെന്നൊക്കെയാണ്. നീതിജ്ഞൻ പന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ. വളരും അവൻ ലെബനോൻ കാരകിൽ പോൽ. പൗലോസ്ലീഹായുടെ ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പൗലോസ്ലീഹ ഇപ്രകാരം: പൗലോസ്ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ഇങ്ങൊരുവൻ വന്നറിയിച്ചാൽ
ആനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. എന്താ പറഞ്ഞത്? പല വാക്കുകളുടെയും അർത്ഥം ഗ്രഹിക്കേണ്ടതുണ്ട്. പല വാക്കുകളുടെ പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകട്ടെ വിദേവം. ധന്യൻ ചൊൽകട്ടെ എന്നൊന്നുമില്ല. അത് പൗലോസ് ശ്ലീഹ ധന്യൻ, ധന്യനായ പൗലോസ് ശ്ലീഹ, ധന്യനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നത് കേട്ടു. കേട്ടേ, ഞാൻ കേട്ടു. ഇതേവം ഇപ്രകാരം. ധന്യനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. ഇനി എന്താണ് കേട്ടത്? നിങ്ങളറിയിച്ചതുരേ ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ ആനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൂടാതെ, അതൊഴിച്ച് അത് കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ശാപം ഏൽക്കും. മനസ്സിലായോ? പക്ഷെ പൗലോസ്ലീഹ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ പറഞ്ഞത് കൂടാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ശാപം ഏൽക്കുമെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല. പൗലോസ്ലീഹ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് കോൺട്രഡിക്ടറി ആയിട്ട്, എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ സഭയുടെ ശാപം ഏൽക്കുന്നതാണ്. പൗലോസ്ലീഹ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാൻ പാടില്ലെന്നോ വേറൊന്നും പറയാൻ പാടില്ലെന്നോ ആരും പറഞ്ഞില്ല. അപ്പോ ശരിക്കും ആ ഭാഗം ചൊല്ലേണ്ടത് എങ്ങനെയാണ്? ഞങ്ങളറിയിച്ച വഴി എതിരായാരാനും ചൊന്നാൽ, ഞങ്ങൾ അറിയിച്ചതിൽ നിന്ന് എതിരായിട്ട്, അറിയിച്ചതൊഴിച്ചതല്ല, അറിയിച്ചതിനെതിരായിട്ട് ഞങ്ങളറിയിച്ച വഴി എതിരായാരാനും ചൊന്നാൽ. ബാക്കിയൊക്കെ അങ്ങനെ. ആൾക്കാർക്ക് ഉറക്കം വരണ നേരം പണ്ടേ കഴിഞ്ഞു. ഞാൻ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. സിജു, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് മാത്രം എനിക്ക് വേണേ. ഓക്കെ സാറേ, പറഞ്ഞു സാറേ, പറഞ്ഞു. വർഗീസ് സാറേ, സാറേ എന്താന്ന് വെച്ചാൽ ഇൻഫർമേഷൻ പറഞ്ഞോളൂ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഒരു കാര്യം അറിയിക്കുകയാണ്. നമ്മുടെ ഈ കോഴ്സിന്റെ എക്സാമിനേഷൻ ജൂൺ മാസം അവസാനമോ ജൂലൈ ആദ്യമോ നടക്കും. അതിന്റെ മുന്നോടിയായിട്ട് 5 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എല്ലാവരെയും അറിയിക്കും. 5 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്. ഈ 5 ചോദ്യങ്ങളിൽ നിന്നും 2 ചോദ്യത്തിന്റെ ഉത്തരം എഴുതി തയ്യാറാക്കി മെയിൽ ചെയ്യണം. അത് വാല്യൂ ചെയ്തിട്ട് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകും. ആ 5 ചോദ്യങ്ങൾ നേരത്തെ തരും. ആ 5 ചോദ്യങ്ങളിൽ നിന്നും 2 എണ്ണം തിരഞ്ഞെടുക്കുവാനുള്ള അനുവാദം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിന്റെ ഉത്തരമാണ് മെയിൽ ചെയ്യേണ്ടത്. ആ 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്താണ്. ആ ചോദ്യം ഇപ്പോൾ തന്നെ നൽകുകയാണ്. ആ ചോദ്യം ഇതാണ്: പെസഹയ്ക്ക്
പുളിപ്പില്ലാത്ത അപ്പം. വിശുദ്ധ കുർബാനയ്ക്ക് പുളിപ്പുള്ള അപ്പം. എന്തുകൊണ്ട്? പെസഹായ്ക്ക് പുളിപ്പില്ലാത്ത അപ്പം, വിശുദ്ധ കുർബാനയ്ക്ക് പുളിപ്പുള്ള അപ്പം. ഈ ചോദ്യത്തിന് ഉത്തരം ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് കിട്ടും, അല്ലെങ്കിൽ ക്ലാസ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നോക്കിയാൽ കിട്ടും. അതുമല്ല, ഇനിയും കൂടുതൽ എന്തെങ്കിലും സംശയം ഈ ചോദ്യം സംബന്ധിച്ച ഉത്തരം എഴുതാനായിട്ട് ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട ഷിബു അച്ഛനോട് തന്നെ സംശയം ചോദിച്ച് തീർക്കണം. കൂടുതലായതൊട്ടൊന്നും ഇപ്പൊ പറയാനില്ല. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് എല്ലാവർക്കും കോവിഡ് രോഗം ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വർഗീസ് സാറ് പുതിയ വീട്ടിലേക്ക് മാറിയാ? പുതിയ വീട്ടിലേക്ക് മാറി. ആരെയും ക്ഷണിച്ചില്ല. കൂദാശ നടത്തി പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. ദൈവം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ചേരണം. അല്ല, നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളിപ്പോ അച്ഛാ നമ്മുടെ വർഗീസ് സാറിന്റെ പുതിയ വീട്ടിലാട്ടോ. അപ്പൊ അതുകൊണ്ട് റേഞ്ചും കൂടുതലുണ്ട്. നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടും കറക്റ്റ് നല്ല ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അച്ഛാ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേരെ. അൺമ്യൂട്ട് ചെയ്തേരെ അച്ഛാ. അച്ഛാ ഒന്ന് അൺമ്യൂട്ട് ചെയ്യേ. ആ, സാറിന്റെ പഴയ വീട് ഇത്രയും ഒരു പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം, ഒരു പൊല്യൂഷനും ഇല്ല, ഒരു ഏതെന്തോട്ടം പോലത്തെ സ്ഥലമായിരുന്നു. പക്ഷേ പഴയ വീടാ, ഒത്തിരി പഴയ വീടാ. പക്ഷെ അച്ഛാ ഏതൻ തോട്ടത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതായിരുന്നു. കാരണം ഒരു അകത്തേക്കുള്ള വഴി കിട്ടണ്ടായില്ല. അതുകൊണ്ട് ഇടുങ്ങിയ ഒരു വഴി, വണ്ടി കയറൂലാത്തൊരു പ്രശ്നമായിരുന്നു അവിടെ റോഡിൽ നിന്ന് അകത്തേക്ക്. അയ്യോ, അതൊക്കെ വലിയ പ്രയാസത്തിന്റെ വലിയ പ്രയാസമായിരുന്നു അത്. വഴിയില്ലാത്ത ഒരു നാടായിരുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പൊ ചെന്ന് പറ്റാൻ പറ്റിയ സ്ഥലമാണ്. എന്താണ്? ഇപ്പൊ ചെന്ന് പറ്റാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ജംഗ്ഷനിലല്ലേ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനെങ്കിൽ ചോദിച്ചോളൂ. പെട്ടെന്ന് നമുക്ക് എന്റെ കാര്യം തീർക്കാം. അല്ല, വർത്താനം പറയാനാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും സാറിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടണം. ഇനി സാറിന്റെ ഹൗസ് വാമിങ് കേരളത്തിൽ വെച്ച് നടത്തണോ ന്യൂയോർക്കിൽ വെച്ച് നടത്തണോ നമുക്ക് ആലോചിക്കാം ഒന്നിന്. നമ്മുടെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ അധ്യാപകനായ നമ്മുടെ ഡോക്ടർ പ്രിൻസ് മണ്ണത്തൂരച്ഛന്റെ ഫാദർ ഇന്നലെ മരിച്ചു. അപ്പോ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉള്ള പള്ളി ആയതുകൊണ്ട് അവിടെ മൂവാറ്റുപുഴ ക്രിമറ്റോറിയത്തിൽ ക്രിമേഷൻ ചെയ്തിട്ട് അതിന്റെ ഇതാണ് നമുക്ക് സംസ്കാരം നടത്തുന്നത്. അതിന്റെ ബാലൻസ് ആണ് സംസ്കാരം നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്. ക്രിമറ്റോറിയത്തിൽ നമ്മൾ ദഹിപ്പിച്ചതിന് ശേഷം അതിന്റെ ബാലൻസ് നമ്മൾ സംസ്കാരം നടത്തും ആട്ടിൻകുന്ന് പള്ളിയിൽ. പൗലോസ്യന്റെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി പരമതിനുയരേ കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരി തോരും കൈ കൊണ്ടേരണം. ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചോട്ടെ. ക്രിസ്ത്യാനിറ്റിയുടെ ക്ലാസ് എന്റെ ക്ലാസ് ഇതോടുകൂടി തീരുകയാണ്. അതിന്റെ കൂതാശാഭാഗങ്ങളൊക്കെ എടുക്കാൻ വേറെ ആളുകളുണ്ട്. അവർക്ക് ഭംഗിയായിട്ടെടുക്കും. അവര് നിർവഹിക്കട്ടെ. ഞാൻ എടുത്ത ക്ലാസ് അച്ഛന് വേറെ സെഷൻ ഉണ്ടല്ലോ. എന്തോ? അച്ഛന് വേറെ സെഷൻ ഉണ്ടല്ലോ ഇനി.
തിയോളജി ക്ലാസ്സിൽ ഞാൻ വീണ്ടും വരും. തിയോളജി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച എടുക്കാൻ പറ്റുമോ അച്ഛാ? നമുക്ക് അച്ഛന്റെ ക്ലാസ് അങ്ങ് പരമാവധി എടുത്ത് അതിന് കുഴപ്പമില്ല. അടുത്ത വെള്ളിയാഴ്ച അച്ഛന്റെ ക്ലാസ്സും ശനിയാഴ്ച നമ്മുടെ മരണാനന്തര ജീവിതവും മധ്യസ്ഥ പ്രാർത്ഥന എടുക്കാന്ന് അതിന്റെ 2ാം ഭാഗം എടുക്കാന്ന് മാളിയേക്കലച്ഛൻ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ. ഓക്കെ ഓക്കെ. അപ്പൊ വെള്ളി ശനിയും ഇപ്പൊ കുറച്ച് ദിവസം ക്ലാസ് ഇല്ലാണ്ടിരുന്നില്ല, അത് കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ പ്രിൻസിപ്പാള് പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ പറക്കി സാർ പറഞ്ഞ പോലെ തന്നെ, നമുക്ക് ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈയിൽ നമുക്ക് എക്സാം നടത്തണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പരമാവധി പോർഷൻ നമ്മുടെ സിലബസ് ഫുള്ള് കവർ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം. ആർക്കെങ്കിലും ചോദിക്കാണ്ടോ ലിറ്റർജിയെ സംബന്ധിച്ച്, നമ്മുടെ പ്രാർത്ഥനകളെ സംബന്ധിച്ച്? പ്രാർത്ഥന മുഴുവൻ പഠിപ്പിക്കുന്നതിന് ഉദ്ദേശമായിരുന്നില്ല, നമ്മുടെ പ്രാർത്ഥനയുടെ മഹത്വം, അതിന്റെ റിച്ച്നെസ് ഒക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. പിന്നെ ചില ബേസിക് പ്രിൻസിപ്പിൾസ്, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥനയും വെസ്റ്റേൺ ചർച്ചസിന്റെ പ്രാർത്ഥനയും നമ്മളൊരു വ്യത്യാസം, ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി തരിക മാത്രമേ 2 സെഷൻ കൊണ്ട് നടക്കുകയുള്ളൂ. നല്ല അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അച്ഛാ, നമ്മുടെ ഈ സൺഡേ സ്കൂളുകളുടെ പുസ്തകത്തിലെ ഇപ്പൊ ആംഗ്ലിക്കൻ ഡെഫിനേഷൻ ആണല്ലോ നമ്മളെ ഇതിനകത്തുള്ളത്, നമ്മുടെ ഈ കൂതാശകൾക്കുള്ളത് അതിലുള്ള ആളല്ലേ? ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ അത് ഇപ്പൊ ശരിക്കും ഒന്ന് പറയാ അവരോട്. നമ്മുടെ വലിയമാർ ഗ്രിഗോറിയോസ് എഴുതിയ വിശദീകരണം അവരോട് ചേർക്കാൻ പറയാം. പരിശുദ്ധ റൂഹ മൂലം പുത്രൻ തമ്പുരാനിലൂടെ പിതാവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം വരുന്ന എന്തും കൂതാശി, അത് മിസ്റ്ററിയാണ്. അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് നമ്പർ ചെയ്യാനും എണ്ണി തിട്ടപ്പെടുത്താനും പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വഴികൾ നമ്മളല്ല നിശ്ചയിക്കുന്നത്. മാമോദിസ മുഴുവനെ നമുക്ക് 2ആക്കി വെക്കാൻ പറ്റില്ല. എവിടെയാണ് ഏതെങ്കിലും അച്ചോടും ചോദിച്ചു നോക്ക്, മാമോദിസ അവസാനിച്ച് മുഴുവൻ എവിടെ തുടങ്ങിയെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. കത്തോലിക്കന്റെ ബാപ്റ്റിസം കൺഫർമേഷൻ ഒപ്പിച്ച് 2ആക്കി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാമോദിസ മുഴുവനും ആക്കിയത് കണക്ക് പറഞ്ഞു എന്ന് മാത്രം. തെറ്റാത്. നമ്മൾ ഈ പാശ്ചാത്യ സഭയുടെ പിന്നാലെ പോയത് കൊണ്ട് വന്ന ഒരബദ്ധമാണ്. പിന്നെ അതിന്റെ ഒരു ചെറിയ സാഹചര്യം ഞാൻ പേര് പറയാതെ പറയാം. പണ്ട് സഭ യോജിച്ചിരുന്ന കാലത്തൊക്കെ ഈ സൺഡേ സ്കൂളിന്റെ കേന്ദ്രസ്ഥാനത്തുണ്ടായിരുന്ന ഒരാള് കത്തോലിക്ക സഭയിൽ പോയി. അതിൽ നിന്നില്ല. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തില് നമ്മളൊക്കെ ജനിക്കുന്നേക്കാൾ മുമ്പുള്ള കാലത്ത്. അത് കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോ അവിടുത്തെ ഫോർമേഷനുമായിട്ടാണ് വന്നത്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ ഈ കാത്തലിക് ഡെഫിനിഷൻ നമ്മുടെ ഇതിലും ചെയ്തത്. ഇതില്ലെങ്കിൽ പിന്നെ ഒരു സാധ്യത, ഈ മെത്രാൻ കക്ഷി ഉണ്ടാക്കിയ വട്ടശ്ശേരി ദീവന്നാസ്യോസ് ഉണ്ടല്ലോ, അദ്ദേഹം മതസംഗതി, മതോപദേശസാരം, അങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു പുസ്തകം എഴുതി. ആ പുസ്തകം സത്യത്തില് ഒരു ഏത് അച്ഛനാന്ന് പറഞ്ഞു, യൂറോപ്യൻ അച്ഛനാണ്, ബെൽജിയൻ ആണോ ഇറ്റാലിയനോ ഓർക്കുന്നില്ല. അദ്ദേഹം എഴുതിയ ഒരു കാത്തലിക് ചർച്ചിന്റെ കാറ്റക്കിസത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരിക്കും അത്. കാത്തലിക് ചർച്ചിന്റെ ആ പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. മതോപദേശ സാരങ്ങളെന്നോ അങ്ങനെ എന്തോ ആണ്. അല്ല, മതോപദേശ സാരല്ല, മതോപദേശ സാരം എഴുതിയത് ദിവന്നാസ്യോസ് തിരുമേനിയല്ലേ? ഒരു കത്തോലിക്ക അച്ഛൻ എഴുതിയ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചവർ പറഞ്ഞു തരുന്നത്. ഞാൻ തന്നെ ഒരിക്കൽ പേരിട്ടതാണത്. ഇംഗ്ലീഷുകാരനല്ല അദ്ദേഹം, പോർച്ചുഗീസും അല്ല, വേറെ ദേശത്ത് തന്നെയാണത്. ഞാൻ പറയാം, സംക്ഷേപ വേദാർത്ഥം. ആ പുസ്തകത്തിന്റെ ഓതർ ശരിക്കും കാത്തലിക് ചർച്ചിന്റെ കാറ്റക്കിസത്തിന്റെ മലയാളം വട്ടശ്ശേരി ബേസ് ആയിട്ടെടുത്തത്. സുറിയാനിയിലുള്ള ഇത്തരം കാറ്റക്കിസം പുസ്തകം ഇല്ലാത്തതിനാൽ
ഷോർട്ട് കട്ട് ആയിട്ട് തിരുമേനി എടുത്തത് ഈ പുസ്തകം. അതുകൊണ്ട് ഒത്തിരി കാത്തലിക് ഇൻഫ്ലുവൻസ് വട്ടശ്ശേരി വഴി വന്നിട്ടുണ്ട്. വട്ടശ്ശേരി ശിഷ്യന്മാർ വഴി കേരളത്തിലും വന്നിട്ടുണ്ട്. കണിയാമ്പറമ്പിൽ അച്ഛനിലും ആ സ്വാധീനമുണ്ട്. സംക്ഷേപ വേദാർത്ഥം യൂറോപ്യൻ പേരായതുകൊണ്ടാണ് എനിക്കത് ഓർക്കാൻ കഴിയുന്നത്. ക്ലെമന്റ് പിയാനിയോസ് ക്ലെമന്റ് പിയാനിയോസ് ക്ലെമന്റ് പിയാനിയോസ് ഏതോ 1772 1770 ക്ലെമന്റിയസ് പിയാനിയസ് സംക്ഷേപ വേദാർത്ഥം മലയാള ഭാഷ ആദ്യം അച്ചടിച്ച പുസ്തകമാണത്. ഫസ്റ്റ് പ്രിന്റ് മലയാളം 1772 അല്ലേ? ആദ്യം മലയാളത്തിൽ അടിച്ച ആദ്യത്തെ പ്രിന്റ് ചെയ്ത പുസ്തകം, മലയാളത്തിൽ പ്രിന്റ് ചെയ്ത ഫസ്റ്റ് പുസ്തകം. സംക്ഷേപ വേദാർത്ഥ ക്ലെമന്റിയസ് പിയാനിയസ് അങ്ങനെ കണ്ടാണ്. അതെ അതെ അതെ. സിജു ആ പേരെന്നടിക്കാം, ആൾക്കാർക്ക് സ്പെല്ലിംഗ് ഒന്നും അറിയാനോ? സിജുവിന് അറിയാന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് കറക്റ്റ് അത് ആൾക്കാരൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയോട്ടെ. കാരണം ഇംഗ്ലീഷ് അല്ല, വേറെ ഏതോ ഭാഷയല്ല, ബെൽജിയനോ മറ്റാന്ന് തോന്നുന്നു. അങ്ങനെ കൊണ്ടാണ്. അതെ അതെ അതെ. അച്ഛാ ഒരു കമന്റ് ഉണ്ട്. അച്ഛൻ്റെ ആ എന്റെ ശരീരം ഭക്ഷിപ്പാൻ എന്നുള്ള ആ പാട്ടില്ലേ, അത് പാതാളത്തിൽ പോകാൻ വിടാമെന്ന് പറയുന്നതിന് പകരം ഞങ്ങള് സാധാരണ ഇവിടെ പോകാതായി വിടാമെന്ന് അങ്ങ് ആക്കും ആ പാട്ട്. നമ്മൾ എന്റെ ശരീരം ഭക്ഷിച്ച് പാതാളത്തിലോട്ട് വിട്ടേക്കാന്ന് പറയുന്നതിനേക്കാളും പോകാതായി വിടാമെന്ന് പറയുക. ശരിക്കും സിറിയാന് കിടക്കുന്നത് പോകാനായി മനസ്സിലായി. അച്ഛൻ്റെ ആ വിടാന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം സാധാരണക്കാർ കേൾക്കും വിചാരിക്കും പാതാളത്തിലോട്ട് പോകാനായിട്ട് വിടാമെന്ന് പറയുന്നതിന് പകരം പോകാതായി വിടാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് കറക്ഷൻ മലയാളം വേണം. എന്തായാലും അത്രയും ഒരു കാര്യം ചെയ്തത് വളരെ നന്നായി. ഞാൻ പറയാം, ഞങ്ങൾ മലയാളം പഠിച്ചുകൊണ്ട് തെറ്റുകൾ മനസ്സിലാകും. അത് വലിയൊരു കാര്യമായി. എങ്കിലും എന്റെ സജഷൻ അത് കുറച്ചുകൂടി കറക്റ്റ് ഇതാണ്. പോകാനായി ഞാൻ വിടില്ല, കുറച്ചുകൂടി നല്ലത്. ആയിക്കോട്ടെ, അവരുടെ വികാര്യത്തിനും ആൾക്കാരുടെ ആലോചിച്ച് എന്താ ചെയ്തത്. വേറെ ഏതെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? അച്ഛാ നമ്മുടെ ഇതാണ് ആ പുസ്തകം. അയേ ഒന്നാം പാഠം. ഇത് തമ്പുരാന്റെ രക്ഷ വേണ്ട നമ്മുടെ അയ്യോ എന്റെ പൊന്നു വരെ ഇത് ഞാൻ വായിച്ചാൽ എനിക്ക് ഇത് സംക്ഷേപ വേദാർത്ഥം. അതാണ് ആദ്യം. സംക്ഷേപ വേദാർത്ഥം ഒന്നാം പാഠം. തമ്പുരാനെ മറ്റേതാണോ? തമ്പുരാന്റെ ഈശ്വര വേണ്ടുന്ന ഞാനതിന്റെ ഇതും കൂടി ഇട്ടേക്കാം, നമ്മുടെ അതിന്റെ ഇംഗ്ലീഷ് വാക്കും കൂടി ഇട്ടേക്കാം. ഓക്കെ. ക്ലെമന്റ് പിയാനിയസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്ലെമന്റ് പിയാനിയസ്. സർവേശനായ നമ. അപ്പൊ നമുക്കിതൊക്കെ ഈ ഇതുപോലത്തെ മലയാളമൊക്കെ കാണാൻ പറ്റണത് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴേക്ക് കാണാൻ പറ്റുള്ളൂ. അതെ 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 അതെ. അച്ഛാ ഈ പ്രിന്റ് ചെയ്തേക്കണാണോ? ഈ പടങ്ങളൊക്കെ പ്രിന്റ് ചെയ്തേക്കണാണോ? അതെ അതെ. അതെ. അപ്പൊ നമ്മുടെ സഭയിൽ എന്തെങ്കിലും കാത്തലിക് ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ ഓർത്തോളണം,
ക്ലെമന്റിയസ് ടിയാനിയസിന്റെ ഈ കാത്തലിക് കാറ്റക്കിസത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ ചിന്തിച്ചത്. അച്ഛാ ഇത് റോമിലാട്ടോ പ്രിന്റ് ചെയ്തത്. പ്രിന്റ് ചെയ്ത് റോമിലാ. ഓ, ആന്റിവാസ് 1772 റോമിൽ പ്രിന്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കുഞ്ച് ചെയ്ത് 74 2 വർഷം കഴിഞ്ഞ് ഇവിടെ കുഞ്ച് ചെയ്ത്. ഒരു ഷിപ്മെന്റ് നടത്തി കൊണ്ടുവന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. അത് തന്നെ. ആ കാലത്ത് കാത്തലിക് ചർച്ചും യാക്കോബായ സഭയും തമ്മിൽ നല്ല ടെൻഷൻ നിൽക്കുന്ന സഭയാണ്. യാക്കോബ വിശ്വാസികളെ പിടിച്ചെടുക്കാൻ കത്തോലിക്ക സഭ വളരെ കണ്ടമാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒത്തിരി പേരെ അങ്ങോട്ട് ചേർക്കാൻ അവര് വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു പുസ്തകം അവരോട് കൊണ്ടുവന്ന് പ്രിന്റ് ചെയ്തതും പബ്ലിഷ് ചെയ്തതും. ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ. കൊള്ളാം, നന്നായി. സിജു, ഇത് സൺഡേ സ്കൂളുകാരോടൊന്ന് പറയണം കേട്ടോ, ഇങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്. ഭട്ടശ്ശേരിയുടെ ബേസിക് ബുക്ക് ഇതായിരുന്നു. ഓക്കെ അത് പറയാം. അവരത് തിരുത്തട്ടെ. അതിൽ നിന്നാണ് ഈ ജന്മഭാവം, 7 കൂദാശകള്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വന്നത്. അന്തോക്യ പാത്രികീസ് ആയിരുന്ന സേവേറിയോസ് എത്രമാത്രം ശക്തിയായിട്ട് ജന്മഭാവത്തെ കുറിച്ച് എഴുതുന്നറിയാം. ദൈവം ഒരാളെയും പാപത്തോടുകൂടി സൃഷ്ടിക്കുന്നില്ല എന്ന് സേവേറിയോസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് നമ്മളിലേക്ക് വരുന്നത്. സിജു, എന്നാ സാറ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാലോ? എല്ലാവരോടും ഓക്കെ പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാനെ, നീ പ്രകാശമാകുന്നു. നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ എല്ലാവരും പ്രകാശം കാണും. നിന്റെ അറിവിൽ നിന്ന് ഞങ്ങൾക്ക് അറിവ് ലഭിക്കുന്നു. നീ കാണിച്ചു തരുന്ന പാതയിൽ കൂടെ നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കും. പാപത്തിന്റെ വഴികളെ വിട്ടൊഴിയുവാൻ ഞങ്ങൾക്ക് നൽകണം. ദൈവം തമ്പുരാനെ, നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ നീ കുറച്ചുകൂടി ഒരുക്കിയതിനാൽ നിനക്ക് സ്തോത്രം. കുറച്ചുകൂടി ഞങ്ങളെ സന്നദ്ധരാക്കിയതിനാൽ നിനക്ക് സ്തോത്രം. നാഥ, ഹൃദയത്തിൽ നിന്നെ ആരാധിക്കുവാൻ, നിന്റെ സ്നേഹവും കരുണയും അറിഞ്ഞ് നിന്നെ ആരാധിക്കുവാൻ, മനസ്സ് തുറന്ന് നിന്റെ മഹത്വങ്ങളെ കണ്ട് നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ആ കൃപ നൽകണം. ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീക്കിക്കളയണം. ശരിയുടെ പാതയിൽ കൂടെ നിങ്ങളെ നടത്തണം. കുറവുകളെ പരിഹരിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നുവെന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തോളം നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളയും മത്തമറിയമേ, തമ്പുരാന്റിയമ്മേ, ഭാവികളായ വേണ്ടി ഇപ്പോഴെപ്പോഴും സമയത്തിലും ദൈവം നമ്പരാണ് ഉപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുകൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സോ എല്ലാവർക്കും താങ്ക്സ്. തിയോളജി ക്ലാസ്സിൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഇതുപോലെ കാണാം. എത്ര പേരുണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ്? 25 പേരുണ്ടായിരുന്നു വെച്ചാ. നമ്മളൊരു 5 പേരെ കുറഞ്ഞോളൂ. 30 പേര് 20. ഓക്കെ. അപ്പോ നമ്മളെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. നമ്മുടെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇന്ന് ഇത്തിരി വൈകിപ്പോയത്.